എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് 3ാം സെമസ്റ്റർ മലയാളം അതിലെ 2ാമത്തെ ചാപ്റ്റർ പ്രൈമറി ക്ലാസ്സിലെ വിദ്യാലയ അനുഭവ പരിപാടി എന്ന ഭാഗവുമായിട്ടാണ്. ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ മുഴുവനായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഉയർന്ന ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കുക എന്നത് ഓരോ കുട്ടിയുടെയും അവകാശമാണ്. ഓരോ കുട്ടിയിലും അന്തർലീനമായ പ്രതിഭയും കഴിവുമുണ്ട്. ഈ സാധ്യതകൾ കണ്ടെത്തി കുട്ടിയെ മുന്നോട്ട് നയിക്കുന്നതാവണം വിദ്യാഭ്യാസം. കുട്ടിയുടെ നാനാമുഖ വളർച്ചയായിരിക്കണം ടീച്ചർ ലക്ഷ്യം വെക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഉയർന്ന നിലവാരമുള്ള ഒരു വിദ്യാഭ്യാസം നമുക്ക് കൊടുക്കാൻ കഴിയണം. കുട്ടിയുടെ എല്ലാ തരത്തിലുമുള്ള ഒരു വളർച്ചയാണ് ഒരു വിദ്യാലയം അല്ലെങ്കിൽ ഒരു അധ്യാപിക എന്ന നിലയിൽ ഓരോരുത്തരും ലക്ഷ്യം വെക്കേണ്ടത്. ഫലപ്രദമായി ആശയവിനിമയം നടത്തുന്നതിനുള്ള ശേഷി നേടുക എന്നതാണ് ഭാഷാ പഠനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഭാഷാ പഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഫലപ്രദമായിട്ട് ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ്. ആശയവിനിമയത്തിന് ആംഗ്യം, നിറം, ചിത്രം, പ്രതീകങ്ങൾ എന്നിവ പ്രയോജനപ്പെടുത്താമെങ്കിലും വാചികമായും ലിഖിത രൂപത്തിലും പഠിതാക്കൾക്ക് ഈ ശേഷി നേടിക്കൊടുക്കുക എന്നതാണ് ബോധനത്തിന്റെ പ്രധാന ലക്ഷ്യമായി അധ്യാപകർ തിരിച്ചറിയണം. നമ്മുടെ ആശയവിനിമയത്തിന് വേണ്ടി നമുക്ക് ആംഗ്യം, നിറം, ചിത്രം, പ്രതീകങ്ങളൊക്കെ ഉപയോഗിക്കാം. പക്ഷെ വാചികമായും ലിഖിത രൂപത്തിലും പഠിതാക്കൾക്ക് ഈ ഒരു ആശയവിനിമയ ശേഷി നേടിക്കൊടുക്കുക എന്നതാണ് ഭാഷാബോധനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒഴുക്കോടെ കൃത്യത പാലിച്ച് ഔചിത്യപൂർവം ആശയവിനിമയം നടത്തുന്നതിനെയാണ് ഫലപ്രദമായ ആശയവിനിമയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫലപ്രദമായിട്ടുള്ള ആശയവിനിമയം നടത്തുമ്പോൾ ഒഴുക്കോടെ കൃത്യത പാലിച്ച് ഔചിത്യപൂർവം നമ്മൾ ആശയവിനിമയം നടത്തണം. സംശയവും ഭയവുമില്ലാതെ ഭാഷ ഉപയോഗിക്കാനാവുമ്പോഴാണ് ഒഴുക്കുണ്ടാകുക. നമുക്ക് സംശയവും പേടിയുമില്ലാതെ ഭാഷ ഉപയോഗിക്കാൻ കഴിഞ്ഞാലാണ് നമ്മുടെ വർത്തമാനത്തിൽ ഒഴുക്കുണ്ടാവുക. വ്യാകരണ നിയമങ്ങൾ ഉൾക്കൊള്ളാനാവുമ്പോൾ ഭാഷയ്ക്ക് കൃത്യത വരും. നമ്മുടെ വ്യാകരണ നിയമങ്ങൾ ഉൾക്കൊള്ളാൻ കുട്ടിക്ക് പ്രായമാവുമ്പോൾ ഭാഷയ്ക്ക് എന്ത് ചെയ്യും? കൃത്യത വരും. സന്ദർഭത്തിനനുസരിച്ച് ഭാഷ ഉപയോഗിക്കാൻ കഴിയുമ്പോൾ ഔചിത്യത്തോടെ ഭാഷ പ്രയോഗിക്കുന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി കൂടി കഴിയും. ഏതൊരു ഭാഷയും ഒരു വൈജ്ഞാനിക സംസ്കൃതിയെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. പ്രസ്തുത ഭാഷ ഉപയോഗിച്ചു വരുന്ന ഒരു ജനതയുടെ സവിശേഷമായ ചിന്തകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഉൾക്കൊള്ളുന്നതായിരിക്കും ഈ ആ സംസ്കൃതി. നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് ഒരു വൈജ്ഞാനിക സംസ്കൃതിയെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. ആ ഭാഷ ഉപയോഗിച്ചു വരുന്ന ആളുകളുടെ സവിശേഷമായിട്ടുള്ള ചിന്തകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതായിരിക്കും ആ സംസ്കൃതി. സമൂഹത്തോടൊപ്പം ഭാഷയും ഭാഷയോടൊപ്പം സമൂഹവും വളരുന്നു എന്ന് പറയുന്നതിന്റെ പൊരുൾ സംസ്കൃതിയുമായി കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്നുണ്ട്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഭാഷാ പഠിതാക്കൾ ഭാഷയോടൊപ്പം സംസ്കാരം കൂടി നടത്തുന്നുണ്ട്. ജൈവവും സമ്പന്നവുമായ ഭാഷകൾക്ക് പിന്നിൽ ജൈവവും സമ്പന്നവുമായിട്ടുള്ള ഒരു സംസ്കാരം കൂടി ഉണ്ടാവും. അപ്പൊ എല്ലാ ഭാഷയ്ക്കും ആ ഭാഷയും സംസ്കാരവും തമ്മിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ബന്ധമുണ്ട് എന്നുള്ളത് അവിടെ മനസ്സിലാക്കി വെക്കുക. ഭാഷാ പഠനത്തിൽ അവഗണിക്കാനാവാത്ത ഒരു ഘടകമാണ് ആസ്വാദനതലം. ഈ ആസ്വാദനതലം എന്നുള്ളത് ഭാഷാ പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പഠിതാക്കളുടെ സൗന്ദര്യബോധവും സൗന്ദര്യാത്മക മൂല്യവും പരിപോഷിപ്പിക്കുന്നതിൽ ഭാഷയ്ക്ക് പങ്കുണ്ട്.
നമ്മുടെ പഠിതാക്കളുടെ സൗന്ദര്യബോധം, സൗന്ദര്യാത്മക മൂല്യം എന്നിവ പരിപോഷിപ്പിക്കുന്നതിൽ ഭാഷയ്ക്ക് എന്തുണ്ട്? പങ്കുണ്ട്. സാഹിത്യരചനകൾ അർത്ഥപൂർണമായി വായിക്കാനാവുമ്പോഴാണ് ആസ്വാദനം നടക്കുന്നത്. നമ്മുടെ സാഹിത്യ രചനകള് അത് അതിൻ്റെ അർത്ഥപൂർണമായി ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് ആസ്വാദനം നടക്കുന്നത്. കഥകളും കവിതകളും നോവലുകളും നാടകങ്ങളും വായിക്കുന്നതിലൂടെയാണ് ഏതൊരാളുടെയും ഭാഷ സർഗാത്മക വളർച്ചയുടെയും വികസനത്തിന്റെയും ഭിന്ന തലങ്ങൾ പ്രാപിച്ച് മുന്നോട്ടു പോകുന്നത്. അപ്പൊ നമ്മളെ ഒരു ഭാഷ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മള് കവിതകളും നോവലും നാടകങ്ങളും ഒക്കെ വായിച്ചിരിക്കണം. അതിനാൽ ഭാഷാ അധ്യാപകർ തങ്ങളുടെ പഠിതാക്കൾക്ക് ആസ്വാദനത്തിനുള്ള അവസരങ്ങൾ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്താൻ വേണ്ടിയിട്ട് പാടില്ല. എല്ലാ തരത്തിലുള്ള ആസ്വാദന സന്ദർഭങ്ങളും അവർക്ക് ഒരുക്കി കൊടുക്കണം. തങ്ങളുടെ പഠിതാക്കൾക്ക് ആസ്വാദനത്തിനുള്ള അവസരങ്ങൾ ഒരുക്കുന്നതിൽ എന്ത് ചെയ്യാൻ പാടില്ല? അധ്യാപകര് വീഴ്ച വരുത്താൻ പാടില്ല. സാഹിത്യ പഠനം സാംസ്കാരിക കൈമാറ്റത്തിനും സർഗാത്മക വികസനത്തിനും വ്യക്തിത്വ വികസനത്തിനും കാരണമാവുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു സാഹിത്യ പഠനം എന്നുള്ളത് അതൊരു സാംസ്കാരിക കൈമാറ്റത്തിനും കുട്ടികളുടെ സർഗാത്മകമായിട്ടുള്ള വികസനത്തിനും അതിലുപരി വ്യക്തിത്വ വികസനത്തിനുമൊക്കെ കാരണമാകാറുണ്ട്. ഉത്തമ രചനകൾ മാനവിക മൂല്യങ്ങൾ കുട്ടിയിൽ അറിയാതെ വളർത്തും. ഭാഷാധ്യാപനത്തിന്റെ സമീപനങ്ങളുടെയും രീതികളുടെയും പ്രായോഗിക പരിശീലനമാണ് ഈ ഒരു യൂണിറ്റിൽ നിന്നും പ്രധാനമായിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഇനി ഈ ഒരു യൂണിറ്റിലൂടെ കടന്നു പോകുമ്പോൾ അതിലെ ടോപ്പിക്കുകൾ അധ്യാപകരും നൈതികതയും, അധ്യാപനം തൊഴിൽപരമായിട്ടുള്ള ധാർമ്മികത, അധ്യാപനം എന്ന കല, അധ്യാപന നൈപുണികൾ, മലയാള ഭാഷാ അധ്യാപനം, വിദ്യാലയ അനുഭവ പരിപാടി, ബോധനശാസ്ത്രപരമായ അപഗ്രഥനം, സൂക്ഷ്മതല പാഠാസൂത്രണം, അതിന്റെ മാതൃക, വിലയിരുത്തൽ എന്തിന്, എങ്ങനെ, വിലയിരുത്തൽ രീതികള്, സ്കോറിംഗ് രീതികള്, സർഗാത്മക കഴിവുകളുടെ വിലയിരുത്തല്, പ്രതിഫലനാത്മക ചിന്താക്കുറിപ്പുകള്, വിദ്യാലയ അനുഭവ പരിപാടിയുടെ മുന്നൊരുക്കം, വിശകലനാത്മക വിലയിരുത്തൽ, വിദഗ്ധരുടെ ക്ലാസുകൾ, ടീച്ചർ എഡ്യൂക്കേറ്റർമാരുടെ ക്ലാസുകൾ, സഹപഠിതാവിന്റെ ക്ലാസ്, പിന്നെ ഭാഷാ ക്ലാസ്സിലെ പഠനോപകരണങ്ങൾ, ICT സാധ്യത പ്രയോജനപ്പെടുത്തൽ, ദിനാചരണങ്ങളും ഭാഷാർജനവും, വിദ്യാലയ അനുഭവ പരിപാടി അതിന്റെ പിന്തുണാ സംവിധാനങ്ങള്, പിന്നെ വിദ്യാലയ അനുഭവ പരിപാടിയുടെ വിലയിരുത്തൽ എന്നീ മേഖലകളിലൊക്കെ നമ്മൾ ഈ ഒരു പാഠഭാഗത്തിലൂടെ ധാരണ നേടും. അധ്യാപകരും നൈതികതയും എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക്. നമുക്കതിൽ നോക്കാം. അധ്യാപകരെ സ്നേഹാദരങ്ങളോടെ മാത്രം കാണുന്ന പാരമ്പര്യമാണ് നമ്മുടേത്. പക്ഷെ ചില സമയത്ത് നമുക്കത് അങ്ങനെയല്ല എന്നും കൂടെ തോന്നാനുള്ള നിരവധി സന്ദർഭങ്ങൾ ഉണ്ടാവും. മറ്റ് തൊഴിലുകളിൽ നിന്ന് ഭിന്നമായി അധ്യാപകരുടെ ഈ നില അവരിൽ വലിയ ഉത്തരവാദിത്വമാണ് ഉണ്ടാക്കുന്നത്. നമുക്കറിയാം, ഒരു അധ്യാപകൻ എന്നത് വളരെ വലിയ ഒരു ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ നൈതികതയിലൂന്നി നിന്നുകൊണ്ട് സ്വന്തം തൊഴിലുമായി ബന്ധപ്പെട്ട ചില പെരുമാറ്റ മര്യാദകൾ അധ്യാപകർ പാലിക്കേണ്ടതുണ്ട്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ അയാൾ എന്ത് ചെയ്തിരിക്കണം? ഒരു പ്രത്യേകമായിട്ടുള്ള ചില പെരുമാറ്റ മര്യാദകൾ പാലിച്ചിരിക്കണം. കുട്ടികളുടെ വികസനാവശ്യങ്ങൾ, മനുഷ്യാവകാശങ്ങൾ എന്നിവ പാലിച്ചുകൊണ്ടായിരിക്കണം ഇതെന്ന പൊതു കാഴ്ചപ്പാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഈ വിഷയത്തെ ആലോചിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഏതൊരു കാര്യം എടുത്താലും നമ്മൾ അത് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് വേണം ചിന്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുട്ടികളുടെ വികസന ആവശ്യങ്ങളും മനുഷ്യാവകാശങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ നമ്മൾ പരിഗണിക്കേണ്ടത്. ഇനി നമുക്ക് അവിടെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. നിങ്ങളുടെ സ്കൂൾ പഠനകാലത്ത് നിങ്ങളെ ഏറ്റവും സ്വാധീനിച്ച അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ആരായിരുന്നു? എന്താണ് സ്വാധീനിക്കാൻ കാരണം? രണ്ടാമത്തതായിട്ട്, അധ്യാപനം മറ്റു തൊഴിലുകളിൽ നിന്നും വ്യത്യസ്തമാണ്. അധ്യാപകന് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമാണ് ലഭിക്കുന്നത്, അതെന്തുകൊണ്ടാണ്? അധ്യാപകർ കുട്ടികൾക്ക് മാതൃകയാവേണ്ടവരാണ്, എങ്ങനെയാണ് മാതൃകയാവേണ്ടത്?
തോക്കു പിടിച്ചൊരു കൈയിന്റെ പിന്നിലും ചോക്കു പിടിച്ചൊരു കൈയുണ്ട്, ഈ കവിത നൽകുന്ന സന്ദേശം എന്ത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അവിടെ ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യങ്ങളോട് നിങ്ങളുടെ പ്രതികരണങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യും. ക്രോഡീകരണം കുറിപ്പ് രൂപത്തിൽ എന്റെ മലയാളം ഡയറിയിൽ എഴുതാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി അധ്യാപനം തൊഴിൽപരമായ ധാർമ്മികത എന്ന ഭാഗമാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. കവിതയിലെ വരികളിലൂടെ പുലക്കാട്ട് രവീന്ദ്രൻ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണെന്ന് നിങ്ങൾ ചർച്ച ചെയ്തില്ല. അപ്പൊ നിങ്ങളുടെ DLEDന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഈ തോക്കു പിടിച്ചൊരു കൈയിന്റെ പിന്നിലും ചോക്കു പിടിച്ചൊരു കൈയുണ്ട്. അപ്പൊ അധ്യാപകൻ ഒരാള് തോക്കു പിടിക്കുന്നു, ആ തോക്കു പിടിക്കുന്ന ആൾക്കും ഒരു പുറകിൽ ഒരു അധ്യാപകന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും എന്നുള്ളതാണ് ആ വരി അവിടെ സൂചിപ്പിക്കുന്നത്. ഏതൊരു മനുഷ്യന്റെയും വളർച്ചയ്ക്കു മുന്നിൽ അവന് ആദ്യ പാഠങ്ങൾ പകർന്നു നൽകിയ ഒരു അധ്യാപകനോ ഒരു അധ്യാപികയോ ഉണ്ടാവും. നന്നായിട്ട് വളരുന്ന ആളായിക്കോട്ടെ മോശമായിട്ട് വളരുന്ന ആളായിക്കോട്ടെ, ഇന്നത്തെ കാലത്ത് എന്തുണ്ടാവും, എങ്ങനെയായാലും നല്ല ഒരു നന്നായി വളർന്നു വരുന്ന ഒരാളുടെയും മോശമായി വളർന്നു വരുന്ന ഒരാളുടെയും പിന്നിൽ എന്തുണ്ടാവും, ഒരു അധ്യാപകൻ ഉണ്ടാവും. സാമൂഹ്യ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല മനുഷ്യരെ സൃഷ്ടിക്കലാണ് വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഇന്ന് പറയാറുള്ള വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങളൊക്കെ മാറ്റിവെച്ചു കഴിഞ്ഞാല് സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല മനുഷ്യരെ സൃഷ്ടിക്കലാണ് നമ്മുടെ ഒരു വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കേണ്ടത്. അതുകൊണ്ടാണ് അധ്യാപകരെ സാമൂഹ്യ നിർമ്മിതിയുടെ രൂപകർത്താക്കളായി വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട് നല്ല മനുഷ്യരെ സൃഷ്ടിക്കലാണ് ഒരു വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അധ്യാപകരെ സാമൂഹ്യ നിർമ്മിതിയുടെ രൂപകർത്താക്കളായി വിശേഷിപ്പിക്കുന്നത് എന്നുള്ളത് അവിടെ തിരിച്ചറിയാം. മഹത്തായ ഈ തൊഴിൽ നിർവഹിക്കാൻ അധ്യാപകർ പാലിക്കേണ്ട ചില നിയമസംഹിതകളുണ്ട്. സെമസ്റ്റർ 2 കരിക്കുലം പേപ്പറിലെ പാഠ്യപദ്ധതിയും ജനാധിപത്യ വിദ്യാഭ്യാസവും എന്ന പേപ്പറിൽ 2ാമത്തെ യൂണിറ്റ് പാഠ്യപദ്ധതിയും അധ്യാപകരും എന്നതായിരുന്നല്ലോ. അത് റഫറൻസിംഗ് മെറ്റീരിയലായി ഉപയോഗിച്ച് കുറിപ്പുകൾ തയ്യാറാക്കി താഴെ പറയുന്ന പ്രസ്താവനകൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ജനാധിപത്യ വിദ്യാഭ്യാസത്തിൽ അധ്യാപകരുടെ പങ്കെന്താണ്? വിദ്യാർത്ഥികളോടുള്ള അധ്യാപകരുടെ ഉത്തരവാദിത്വം, രക്ഷിതാക്കളോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്വം, അധ്യാപകന്റെ തൊഴിൽപരമായ ധാർമ്മികത, അധ്യാപകർക്കു വേണ്ട നൈപുണികൾ. ചർച്ചയിൽ രൂപപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ്? ജനാധിപത്യ വിദ്യാഭ്യാസത്തിൽ അധ്യാപകരുടെ പങ്ക് പ്രധാനമായിട്ടും എന്താണ്? ഇടപെടുന്ന ഓരോ വിഭാഗങ്ങളോടും അധ്യാപകരുടെ ഉത്തരവാദിത്വങ്ങളൊക്കെ എന്താണ്? ഇവ ക്രോഡീകരിച്ചു നോട്ട് പുസ്തകത്തിൽ ലഘുകുറിപ്പുകളാക്കി എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. താഴെ പറയുന്ന ആശയങ്ങൾ നിങ്ങളുടെ ക്രോഡീകരണത്തിലുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ചോദിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. എന്തൊക്കെയാണ് ഒരു വിദ്യാർത്ഥികളോടുള്ള അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയോടോ അല്ലെങ്കിൽ ടോട്ടലായിട്ടുള്ള ഒരു വിദ്യാർത്ഥികളോടോ ഉള്ള ഒരു അധ്യാപകന്റെ ഉത്തരവാദിത്വം എന്നുള്ളത് നോക്കാം. എല്ലാ വിദ്യാർത്ഥികളോടും സ്നേഹവാത്സല്യത്തോടെ പെരുമാറുക. ഒരു അധ്യാപകൻ എല്ലാ വിദ്യാർത്ഥികളോടും എന്ത് ചെയ്യണം? സ്നേഹവാത്സല്യത്തോടെ പെരുമാറണം. ജാതി, മതം, വർഗം, വർണ്ണം, സാമ്പത്തിക സ്ഥിതി, ഭാഷ, ലിംഗം, ജന്മസ്ഥലം എന്നീ പരിഗണനകളില്ലാതെ നീതി, പക്ഷപാതരാഹിത്യം എന്നീ മൂല്യങ്ങളെ ബഹുമാനിക്കണം. ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ കാണുമ്പോൾ ആ കുട്ടിയുടെ ജാതിയോ മതമോ വർഗോ വർണ്ണോ സാമ്പത്തിക സ്ഥിതിയോ ഭാഷയോ ലിംഗോ ജന്മസ്ഥലമോ ഒന്നും എന്ത് ചെയ്യരുത്? പരിഗണിക്കരുത്. നീതി, പക്ഷപാതരാഹിത്യം എന്നീ മൂല്യങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് വേണം എല്ലാ വിദ്യാർത്ഥികളോടും ഒരു അധ്യാപകൻ ഇടപെടാൻ വേണ്ടിയിട്ട്. സ്കൂൾ ജീവിതത്തിന്റെ എല്ലാ തലത്തിലും വിദ്യാർത്ഥിയുടെ വ്യക്തിത്വം മാനിക്കുക. ഒരു സ്കൂൾ ജീവിതത്തിലെ എല്ലാ തലത്തിലും എന്ത് ചെയ്യണം? വിദ്യാർത്ഥിയുടെ വ്യക്തിത്വം അധ്യാപകൻ മാനിക്കണം. ഓരോ കുട്ടിയുടെയും ആന്തരിക ശേഷികളെയും പ്രതിഭയും
പ്രാവർത്തികമാക്കാനുള്ള ആസൂത്രിതവും ചിട്ടപ്പെടുത്തിയതുമായ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുക. ഒരു അധ്യാപകൻ ആ ഒരു കുട്ടിയുടെ എല്ലാ തരത്തിലുള്ള ആന്തരിക ശേഷികളും പ്രതിഭയും പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതവും ചിട്ടപ്പെടുത്തിയതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകണം. ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങളും മനോഭാവങ്ങളും ഉൾക്കൊള്ളുന്ന വിധത്തിലാവണം പാഠ്യപദ്ധതി വിനിമയം ചെയ്യേണ്ടത്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ആ അധ്യാപകൻ ഒരു പാഠ്യപദ്ധതി വിനിമയം ചെയ്യുമ്പോൾ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങളും മനോഭാവങ്ങളും ഉൾക്കൊള്ളുന്ന വിധത്തിലാവണം ആ ഒരു ഭരണഘടന വിഭാവനം ചെയ്യേണ്ടത്. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അധ്യാപന രീതി പരിഷ്കരിക്കണം. ഒരു അധ്യാപകൻ എന്ന നിലയിൽ അധ്യാപകന് തോന്നിയതുപോലെ ക്ലാസ് എടുക്കുകയല്ല, ആ ഒരു കുട്ടികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യണം, അധ്യാപന രീതി പരിഷ്കരിക്കണം. കുട്ടികൾ നൽകുന്ന വ്യക്തിപരമായ വിവരങ്ങളുടെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുകയും ആ വിവരങ്ങൾ നിയമപരമായി കൈമാറാവുന്നവർക്കു മാത്രം നൽകുകയും ചെയ്യുക. ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ആ ഒരു അധ്യാപകനോട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ പറഞ്ഞു എന്നും ഉണ്ടാവും. അങ്ങനെ വിവരങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ ഒരു വിവരങ്ങളുടെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുകയും ആ വിവരങ്ങൾ നിയമപരമായി കൈമാറാവുന്നവർക്ക് മാത്രം ഒരു അധ്യാപകൻ നൽകുക കൂടി ചെയ്യണം. കുട്ടികളെ ഭയപ്പെടുത്തുക, ഉത്കണ്ഠാലുക്കളാക്കുക, ശാരീരികമായി ശിക്ഷിക്കുക, മാനസികവും വൈകാരികവുമായി പീഡിപ്പിക്കുക എന്നിവയിൽ നിന്നൊരു അധ്യാപകൻ എന്ത് ചെയ്യണം, ഒഴിഞ്ഞു നിൽക്കണം. കുട്ടിയെ ശാരീരികമായിട്ടും മാനസികമായി ഉപദ്രവിക്കാൻ പാടില്ല, കുട്ടികളെ വല്ലാതെ ഭയപ്പെടുത്താൻ പാടില്ല, വൈകാരികമായി കുട്ടികളെ എന്ത് ചെയ്യാൻ പാടില്ല, പീഡിപ്പിക്കാൻ കൂടി പാടില്ല. എല്ലാവിധ കുട്ടികൾ ചൂഷണങ്ങളിൽ നിന്നും കുട്ടിയെ രക്ഷിക്കാൻ അധ്യാപകന് കഴിയണം. സഹരക്ഷിതാവായി മാറാൻ കൂടി ഒരു അധ്യാപകൻ എന്ത് ചെയ്യണം, കഴിയണം എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് രക്ഷിതാക്കളോടുള്ള ഉത്തരവാദിത്വങ്ങളാണ്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ രക്ഷിതാവിനോട് എന്തൊക്കെ ഉത്തരവാദിത്വങ്ങളുണ്ട്? മാതാപിതാക്കളോടും രക്ഷകർത്താക്കളോടും വിനയപൂർവമുള്ള ബന്ധം സ്ഥാപിക്കുക. ഒരു അധ്യാപകൻ എന്ന നിലയിൽ മാതാപിതാക്കളോടും രക്ഷകർത്താക്കളോടും എന്ത് ചെയ്യണം, വിനയപൂർവമുള്ള ബന്ധം സ്ഥാപിക്കണം. വിവിധ ജനവിഭാഗങ്ങൾ തമ്മിലുള്ള വിദ്വേഷവും ശത്രുതയും വളർത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കണം. ഒരു അധ്യാപകൻ എന്ന നിലയിൽ എന്ത് ചെയ്യണം, പല ജനവിഭാഗങ്ങൾ തമ്മിലുണ്ടാവും. ഒരു ക്ലാസ്സിൽ തന്നെ അവരുടെ പാരൻസ് പല ജനവിഭാഗങ്ങളായിരിക്കും. അവർ തമ്മിൽ വിദ്വേഷവും ശത്രുതയും വളർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യണം, ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഒഴിവാക്കി നിർത്തണം. വിദ്യാലയ വികസന പ്രവർത്തനങ്ങളിൽ സമൂഹത്തെ പങ്കാളികളാക്കാൻ വേണ്ടിയിട്ട് അധ്യാപകൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. രക്ഷിതാക്കളുടെ കഴിവുകളെ അധ്യാപകരെ ബഹുമാനിക്കണം. പ്രാദേശിക വിഭവങ്ങളും മനുഷ്യ വിഭവങ്ങളും പാഠ്യപദ്ധതി വിനിമയത്തിന് വേണ്ടി എന്ത് ചെയ്യണം, പ്രയോജനപ്പെടുത്തണം. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികൾ കൂടെ ആവണം. വിദ്യാലയ അനുഭവ പരിപാടിക്ക് മുമ്പ് ഇക്കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപക വിദ്യാർത്ഥി മനസ്സിൽ വെക്കണം എന്നും കൂടി അവിടെ ഓർത്തിരിക്കുക. അധ്യാപനം എന്ന കല വിവിധ ഗ്രന്ഥകാരന്മാരിൽ നിന്നും സ്വരുക്കൂട്ടിയ പദങ്ങളുടെയും വാക്യങ്ങളുടെയും ആശയങ്ങളുടെയും ശേഖരം കുട്ടികളുടെ തലയിൽ കുത്തി നിറയ്ക്കലല്ല ശരിയായ വിദ്യാഭ്യാസം. മറിച്ച് അവരുടെ അറിയാനുള്ള കഴിവിനെ പുറം ലോകത്തേക്ക് തുറന്നു വയ്ക്കലാണ്. അങ്ങനെ ചെയ്താൽ ഒരു മരത്തിന്റെ മുകുളത്തിൽ നിന്നും ഇലകളും പൂക്കളും കായ്കളും പുറപ്പെടുന്നത് പോലെ അവരുടെ മനസ്സിൽ നിന്നും ജീവസുള്ള ഒരു ജലപ്രവാഹം തന്നെ നിർഗളിക്കും. കൊമേനിയസ് പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. കുറെ പുസ്തകങ്ങളിൽ നിന്ന് കാര്യങ്ങൾ എടുത്തുകൊണ്ട് അത് അതേപോലെ കുട്ടിയെ പഠിപ്പിക്കലല്ല അധ്യാപനത്തിന്റെ ലക്ഷ്യം. മറിച്ച് കുട്ടിയുടെ ഉള്ളിലുള്ള പ്രത്യേകമായിട്ടുള്ള കഴിവുകളെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കഴിവുകളെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അധ്യാപകന് കഴിയേണ്ടത് എന്നുള്ളതാണ് ആ ഒരു വരികൾ അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്താണ് അധ്യാപനം? ആരാണ് അധ്യാപകൻ? മുകളിലെ ഉദ്ധരണിയുടെ വെളിച്ചത്തിൽ പ്രതികരണങ്ങൾ കുറിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അധ്യാപനം ഒരു കലയാണോ അല്ലെങ്കിൽ അതൊരു ശാസ്ത്രമാണോ? നിങ്ങളുടെ അഭിപ്രായം കുറിക്കൂ.
അതിന്റെ യുക്തി കൂടി നമ്മൾ എന്ത് ചെയ്യണം, വിശദമാക്കണം എന്നുള്ളതും കൂടെ അവിടെ ഓർത്തിരിക്കുക. അധ്യാപനം കലയും ശാസ്ത്രവും DLED കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന ഭാഗം നമുക്കൊന്ന് ആദ്യം വായിച്ചു നോക്കാം. ദർശനങ്ങളിലും ബോധന സമീപനങ്ങളിലും സംഭവിക്കുന്ന ദ്രുതമാറ്റങ്ങൾക്കനുസരിച്ച് നിരന്തരമായ അന്വേഷണങ്ങൾ നടത്താനും അനുയോജ്യമായ ബോധന സങ്കേതങ്ങൾ സ്വയം വികസിപ്പിക്കാനുമുള്ള ഗവേഷണ സംസ്കാരം ആധുനിക കാലത്തെ അധ്യാപകരിൽ വികസിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ ദർശനത്തിലും ബോധന സമീപനങ്ങളിലുമൊക്കെ വളരെ വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ മാറ്റങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള തരത്തിൽ ബോധന സങ്കേതങ്ങൾ വികസിപ്പിക്കാനുള്ള ഒരു ഗവേഷണ സംസ്കാരം, അതായത് കാലം മാറുന്നതിനനുസരിച്ച് ആ ഒരു കോലം കൂടെ മാറാനുള്ള ഒരു ഗവേഷണ സംസ്കാരം എന്ത് ചെയ്യണം, ആധുനിക കാലത്തെ അധ്യാപകരിൽ വികസിക്കണം. ഈ അർത്ഥത്തിൽ അധ്യാപനം ഒരു ശാസ്ത്രമായിട്ട് നമുക്ക് പറയാം. അന്വേഷണങ്ങൾ, പഠനങ്ങൾ എന്നിവ വഴി തിരിച്ചറിവുകൾ ആർജിക്കുകയും സ്വയം നവീകരിക്കുകയും ചെയ്യുകയെന്നത് അധ്യാപകരുടെ അനിവാര്യമായ ഒരു പ്രൊഫഷണൽ നൈപുണ്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ അന്വേഷണങ്ങള്, പഠനങ്ങള് എന്നിവ വഴി തിരിച്ചറിവുകൾ ഒരു അധ്യാപകൻ ആർജിക്കുകയും സ്വയം നവീകരിക്കുകയും ചെയ്യുക എന്നത് അധ്യാപകരുടെ അനിവാര്യമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ നൈപുണ്യമായിട്ട് വേണം നമ്മൾ കരുതാൻ. വൈവിധ്യമാർന്ന അഭിരുചികളും താല്പര്യങ്ങളുമുള്ള കുട്ടികളുമായി ഹൃദയപൂർവ്വം സംവദിക്കുക എന്നത് ഒരു സർഗ പ്രക്രിയയാണ്. അപ്പോൾ വ്യത്യസ്തരായിട്ടുള്ള കുട്ടികളുണ്ട്, അവർക്ക് വേറെ പലതരത്തിലുള്ള അഭിരുചികളുണ്ട്. ഇത്തരം കുട്ടികളുമായിട്ട് ഹൃദയപൂർവ്വം സംവദിക്കുക എന്നത് ഒരു സർഗ പ്രക്രിയയാണ്. ഭാവനാത്മകമായ രീതികൾ കണ്ടെത്തി പ്രയോഗിക്കുന്നതിനുള്ള സർഗശേഷി അധ്യാപകരിൽ ഉണ്ടാവണം. സംഗീതം, ചിത്രം, അഭിനയം, നിർമ്മാണം തുടങ്ങിയ മേഖലകളിലെ കുട്ടികളുടെ രചനാശേഷികളും ആസ്വാദനാശീലങ്ങളും കണ്ടറിഞ്ഞ് തൻ്റെ അധ്യാപന ഇടപെടലുകൾ സർഗാത്മകമാക്കാൻ വേണ്ടിയിട്ട് ഓരോ അധ്യാപകനും കഴിയണം എന്നുള്ളതും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ മനസ്സിലാക്കി വെക്കുക. ഓരോ കുട്ടിയുടെയും കഴിവുകളും പഠന രീതികളും പഠന വേഗതയും വ്യത്യസ്തമാണ്. ഓരോ കുട്ടിക്കും അവർക്ക് വ്യത്യസ്തമായ കഴിവുണ്ടാവും. അവരുടെ പഠന രീതികൾ വേറെയായിരിക്കും. അവരുടെ പഠന വേഗതയും വ്യത്യാസമായിരിക്കും. അത് തിരിച്ചറിഞ്ഞ് ഉചിതമായ പഠനതന്ത്രങ്ങൾ പ്രയോജനപ്പെടുത്തി ഓരോ കുട്ടിക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക ജോലിയാണ് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് നിർവഹിക്കാനുള്ളത്. അപ്പോൾ ഓരോ കുട്ടിയുടെയും കഴിവുകള്, അവരുടെ പഠന രീതി, അവരുടെ പഠന വേഗത ഒക്കെ തന്നെ എന്താണ്, വ്യത്യാസമാണ്. ഈ ഒരു വ്യത്യാസം തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായിട്ടുള്ള പഠന നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്തി ഓരോ കുട്ടിക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുന്ന ജോലിയാണ് ഒരു അധ്യാപികയ്ക്ക് അല്ലെങ്കിൽ അധ്യാപകൻ എന്ത് ചെയ്യേണ്ടത്, നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഭാഷാധ്യാപികയ്ക്ക് കുട്ടിയുടെ സർഗശേഷികൾ തിരിച്ചറിയാനും അവയെ പ്രോത്സാഹിപ്പിച്ച് കുട്ടിക്ക് ആത്മവിശ്വാസം നൽകാനും കഴിയണം. ഒരു ഭാഷാധ്യാപികയ്ക്ക് എന്തു വേണം, കുട്ടിയുടെ സർഗശേഷി തിരിച്ചറിയാൻ പറ്റണം. ഈ സർഗശേഷികൾ പ്രോത്സാഹിപ്പിച്ച് കുട്ടിക്ക് ആത്മവിശ്വാസം നൽകാൻ കൂടി അധ്യാപികയ്ക്ക് കഴിയണം. കുട്ടികളുടെ വിവിധങ്ങളായ പ്രകടനങ്ങളും രചനകളും വിലയിരുത്തി അവരെ മുന്നോട്ട് നയിക്കാൻ പ്രതിഭാശാലിയായ അധ്യാപകർക്ക് മാത്രമേ കഴിയൂ. അപ്പൊ നമ്മുടെ കുട്ടികളുടെ വിവിധങ്ങളായിട്ടുള്ള പ്രകടനങ്ങളും രചനകളും വിലയിരുത്തിക്കൊണ്ട് കുട്ടികളെ മുന്നോട്ട് നയിക്കാൻ പ്രതിഭാശാലിയായ അധ്യാപകർക്ക് മാത്രമേ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റൂ, കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മളൊക്കെ തന്നെ എന്താവണം, പ്രതിഭാശാലിയായിട്ടുള്ള അധ്യാപകരായിട്ട് മാറണം. എല്ലാ കുട്ടികൾക്കും ശാസ്ത്രീയമായ ചിട്ടപ്പെടുത്തലുണ്ടോ? എല്ലാ കലകൾക്കും ശാസ്ത്രീയമായ ചിട്ടപ്പെടുത്തലുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. കലകൾക്ക് മാനവികത വളർത്തുന്നതിൽ പങ്കുണ്ടോ? എങ്കിൽ അധ്യാപനം എന്ന കലയും ഈ സാധ്യത നൽകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം ഓരോ കുട്ടിക്കും ലഭിക്കുക എന്ന ലക്ഷ്യം വെച്ച്
കേരളത്തിൽ നടന്നുവരുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഭാഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. അപ്പൊ നമ്മുടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഓരോ കുട്ടിക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് കേരളത്തിൽ ഏതു പദ്ധതി നടക്കുന്നത്? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നുള്ള പദ്ധതി നടക്കുന്നത്. ഇതില് ഭാഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ടാലന്റ് ലാബ് എന്ന പരിപാടി കൊണ്ട് നാം ലക്ഷ്യം വെക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. DLED പാഠ്യപദ്ധതിയിലെ ആശയം വായിച്ചില്ലേ? അധ്യാപനം കലയോ ശാസ്ത്രമോ എന്ന വിഷയത്തില് ഒരു സംവാദം സംഘടിപ്പിക്കാൻ കൂടി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അധ്യാപന നൈപുണികൾ എന്നുള്ളതാണ് അടുത്ത ഭാഗം. 2ാം സെമസ്റ്ററിലെ കരിക്കുലം പേപ്പറിൽ അധ്യാപന നൈപുണികളെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നല്ലോ. നമ്മുടെ 2ാം സെമസ്റ്ററിലെ ഈ ഒരു കരിക്കുലം പേപ്പറിൽ അധ്യാപക നൈപുണികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജനാധിപത്യപരമായ ക്ലാസ് മുറി പ്രാവർത്തികമാക്കാൻ സവിശേഷമായി വേണ്ട നൈപുണികളെ കുറിച്ച് ആ ഒരു യൂണിറ്റിൽ പറഞ്ഞിട്ടുണ്ട്. വൈജ്ഞാനിക തലവും സാമൂഹിക തലവും സംഘടനാ തലത്തിലും നിരവധി നൈപുണികൾ അധ്യാപകർ ആർജിക്കേണ്ടതുണ്ടെന്ന് ഈ യൂണിറ്റ് ആശയങ്ങൾ ക്രോഡീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയിൽ വൈജ്ഞാനിക തലത്തിലും സാമൂഹിക തലത്തിലും സംഘടനാ തലത്തിലും നിരവധി നൈപുണികൾ ആർജിക്കണം. അതാണ് അടുത്തതായിട്ട് പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത്. വൈജ്ഞാനിക നൈപുണികൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സാമൂഹ്യ തലത്തിലുള്ള ഇടപെടലിന് അധ്യാപകർക്ക് എന്ത് നൈപുണികളാണ് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതും കൂടെ അവിടെ ചോദിച്ചിട്ടുണ്ട്. ഒരു നല്ല അധ്യാപികയാവാൻ ഏതൊക്കെ ഘടകങ്ങളെ ഫലപ്രദമായി മാനേജ് ചെയ്യണം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കുറിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് ഒരിക്കൽ കൂടി ആ അധ്യായം ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് നിങ്ങളുടെ കുറിപ്പുകളുമായിട്ട് തട്ടിച്ചു നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനനിർമ്മിതി അധിഷ്ഠിതമായ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കളികള്, അഭിനയക്കളരികള്, പ്രശ്നപരിഹരണ പ്രവർത്തനങ്ങള്, സർഗാത്മക പ്രവർത്തനങ്ങൾ എന്നിവയുടെ സങ്കേതങ്ങള് ഈ ഒരു ജ്ഞാനനിർമ്മിതിയിൽ അധിഷ്ഠിതമായ ക്ലാസ്സിൽ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അതിനാൽ ഇത്തരം തന്ത്രങ്ങളും സമീപനങ്ങളിലെ ധാരണയും അത് നടത്താനുള്ള നൈപുണികളും എന്ത് ചെയ്യണം? അധ്യാപകര് വളർത്തണം. ഭാഷയിൽ വായനയെയും എഴുത്തിനെയും കേന്ദ്രീകരിച്ചുള്ള രചനാ ശില്പശാലകൾ സംഘടിപ്പിക്കേണ്ടി വരും. നമ്മുടെ ജ്ഞാനനിർമ്മിതിയിൽ അധിഷ്ഠിതമായ ക്ലാസ്സിൽ ഒരു വിഷയത്തെ അല്ലെങ്കിൽ ഒരു സംഭവത്തെ കേന്ദ്രീകരിച്ച് ബഹുവിധ ശേഷികൾ ആർജിക്കുന്ന രീതി എന്ത് ചെയ്യണം? ക്ലാസ്സിൽ നടപ്പാക്കണം. ഇതിനുപരിയായി അധ്യാപകർക്ക് മറ്റേതൊക്കെ നൈപുണികൾ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. DLED കരിക്കുലത്തിൽ അധ്യാപക നൈപുണികളും മനോഭാവങ്ങളും എന്ന ഭാഗത്ത് താഴെ പറയുന്ന ആശയങ്ങൾ പങ്കുവെക്കുന്നു. അതെന്തൊക്കെയാണ്? ഇനി താഴെ പറയുന്ന ആശയങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തത് സ്വതന്ത്രമായ അധ്യാപന ശൈലിയുടെ വികാസമാണ്. നിലവിൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള മനഃശാസ്ത്രപരവും ദാർശനികവുമായ കാഴ്ചപ്പാടുകളിൽ ഊന്നി നിന്നുകൊണ്ട് നൂതനവും ഗവേഷണാത്മകവുമായ പ്രായോഗിക അനുഭവങ്ങളിലൂടെ കടന്നുപോയി സ്വതന്ത്രമായിട്ടുള്ള ഒരു അധ്യാപന ശൈലി എന്ത് ചെയ്യണം? ഒരു അധ്യാപകൻ വികസിപ്പിക്കണം. രണ്ടാമതായിട്ടുള്ളത് തൊഴിൽപരമായ മികവുകളുടെ പ്രകാശനവും വ്യാപനവുമാണ്. എല്ലാ കുട്ടികളുടെയും സമഗ്ര വികാസത്തിന് ഊന്നൽ നൽകാനും മികവുകൾ പ്രകടിപ്പിക്കാനും പഠന പ്രക്രിയയിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യണം? അവസരം നൽകണം. തൊഴിൽപരമായ മികവുകളുടെ പ്രകാശനവും വ്യാപനവും എല്ലാ കുട്ടികളുടെയും സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകാനും ആ മികവുകളൊക്കെ പ്രകടിപ്പിക്കാനും പഠന പ്രക്രിയയിൽ എന്ത് ചെയ്യണം? അവസരങ്ങൾ നൽകണം. പിന്നെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ പിന്തുണാ സംവിധാനങ്ങളെ കുറിച്ച് അറിവുണ്ടായിരിക്കണം.
സ്വന്തം പ്രവർത്തനങ്ങൾ വിലയിരുത്താനും മെച്ചപ്പെടുത്താനുമുള്ള സന്നദ്ധത അധ്യാപകന് ഉണ്ടാവണം. ജീവിതകാലം മുഴുവൻ പഠിക്കുന്നതും പ്രൊഫഷണൽ വികാസം നേടുന്നതും സ്വന്തം ചുമതലയാണ് എന്നുള്ളത് ഓരോ അധ്യാപകരും തിരിച്ചറിയണം. ആവശ്യാനുസരണം റഫറൻസിനായി വിവരശേഖരണം നടത്തുന്നതിനുള്ള ശേഷിയും മനോഭാവവും എന്ത് ചെയ്യണം? ഓരോ അധ്യാപകരും ആർജിക്കണം. ഇനി വിജ്ഞാന സമ്പാദനവും പ്രായോഗിക മാതൃകകളുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. സ്കൂൾ തലത്തിലെ എല്ലാ പഠന വിഷയങ്ങളിലുമുള്ള വിജ്ഞാനവും പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള ശേഷിയും ഒരു അധ്യാപകൻ എന്ന നിലയിൽ പ്രധാനമാണ്. ഇതോടൊപ്പം വിഷയ സമീപനങ്ങളും ബോധന സിദ്ധാന്തങ്ങളും പഠനോപകരണങ്ങൾ ഉണ്ടാക്കാനുള്ള ധാരണകളും വിവര സാങ്കേതിക വിദ്യയിൽ നൈപുണ്യം ഫലപ്രദമായ ആശയവിനിമയത്തിനുള്ള ഭാഷാ നൈപുണ്യം ഓരോ അധ്യാപകരും നേടണം. അടുത്തതായിട്ടുള്ളത് ബോധനശാസ്ത്രപരമായ ശേഷിയും മനോഭാവങ്ങളുമാണ്. അവിടെ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. പാഠ്യപദ്ധതി വിനിമയത്തിന് യോജിച്ച പഠന സാമഗ്രികൾ, പഠനാനുഭവങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ധാരണയും അവ തയ്യാറാക്കാനുള്ള നൈപുണ്യവും അധ്യാപകന് വേണം. വിവിധ വിഷയങ്ങളുടെ ബോധന രീതികളെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള അറിവ് അധ്യാപകന് വേണം. പാഠഭാഗങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പാക്കുന്നതിനും സവിശേഷമായിട്ടുള്ള രീതികൾ വികസിപ്പിക്കുന്നതിനുള്ള കഴിവ് അധ്യാപകന് വേണം. നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനുള്ള ശേഷി അധ്യാപകന് വേണം. വിദ്യാർത്ഥികളുടെ ഭിന്ന നിലവാരം പരിഗണിച്ചുകൊണ്ട് പഠന പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തി നടപ്പാക്കാനുള്ള ശേഷി വേണം. വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ, പഠന നേട്ടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള ധാരണ കൂടി അധ്യാപകന് വേണം എന്നുള്ളത് അവിടെ നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഇത്രയുമാണ് ഒരു അധ്യാപകന് വേണ്ട നൈപുണ്യവും മനോഭാവങ്ങളും എന്ന ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് അവിടെ പറയുന്ന വിലയിരുത്തൽ ശേഷികളെ കുറിച്ചും കൂടെ പറയുന്നുണ്ട്. നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ, അത് നടപ്പാക്കാനുള്ള സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ധാരണ, പ്രകടനങ്ങളും ഉൽപ്പന്നങ്ങളും വിശകലനം ചെയ്ത് ഗുണാത്മകമായിട്ടുള്ള കുറിപ്പുകൾ തയ്യാറാക്കാനും പഠന വിടവുകൾ കണ്ടെത്തി പരിഹരിക്കാനുമുള്ള ശേഷികളൊക്കെ എന്ത് ചെയ്യണം? ഈ ഒരു അധ്യാപകന് ഉണ്ടാവണം. പൊതുവിൽ എല്ലാ വിഷയങ്ങൾക്കും ബാധകമായ നൈപുണികളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ ഓരോ വിഷയത്തിന്റെയും തനതായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഓരോരോ പ്രത്യേക നൈപുണ്യവും ഉണ്ടാവും. അപ്പോൾ ഭാഷാ അധ്യാപികയ്ക്ക് എന്തൊക്കെ നൈപുണികളാണ് വേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. അതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുവാൻ വേണ്ടി പോകുന്നത്. മലയാള ഭാഷാധ്യാപനം. ഭാഷാധ്യാപനം എന്ന 2ാം സെമസ്റ്ററിലെ യൂണിറ്റിൽ ഭാഷയിലെ അടിസ്ഥാന ശേഷികൾ, അവ കുട്ടിയിലെത്തിക്കുന്നതിനുള്ള പഠനതന്ത്രങ്ങൾ എന്നിവ ചർച്ച ചെയ്തു. നമ്മുടെ ഭാഷാധ്യാപനം എന്ന ചാപ്റ്ററിൽ നമ്മൾ ഭാഷയിലെ അടിസ്ഥാന ശേഷികൾ, അവ കുട്ടിയിലെത്തിക്കുന്നതിനുള്ള പഠനതന്ത്രങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇപ്പോൾ നാം സ്വീകരിച്ചിരിക്കുന്നത് ആശയാവതരണ രീതിയാണ്. ഇന്നത്തെ നമ്മൾ പഠിപ്പിക്കുന്നത് ആശയാവതരണ രീതിയിലൂടെയാണ്. സമൂഹം, വീട്, പൊതു ഇടങ്ങൾ എന്നിങ്ങനെ കുട്ടി ഇടപഴകുന്ന ഓരോ മേഖലയിൽ നിന്നും ധാരാളം അറിവുകൾ നിർമ്മിച്ചാണ് കുട്ടി പ്രൈമറി വിദ്യാലയത്തിലെത്തുന്നത്. നമുക്കറിയാം, ഒരു 5ാം വയസ്സിലൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ 6ാം വയസ്സിലൊക്കെ ആയിരിക്കും കുട്ടി പ്രൈമറി വിദ്യാലയത്തിൽ എത്തിച്ചേരുക. അത് ആ ഒരു സമയം കൊണ്ട് തന്നെ സമൂഹം, വീട്, പൊതു ഇടങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? കുട്ടി ഒരുപാട് തരത്തിലുള്ള അറിവുകൾ നിർമ്മിച്ചിട്ടുണ്ടാവും. അവർ ആർജിച്ച അറിവുകളുടെ തുടർച്ചയാവണം വിദ്യാലയ അനുഭവങ്ങൾ എന്ന കാഴ്ചപ്പാടാണ് ആശയാവതരണ രീതിയുടെ അടിസ്ഥാനം. അപ്പൊ അവര് ഈ ഒരു സമൂഹത്തിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ഒരു തുടർച്ചയാവണം അവർക്ക് ലഭിക്കുന്ന വിദ്യാലയ അനുഭവങ്ങൾ എന്നുള്ള കാഴ്ചപ്പാടാണ് ഈ ഒരു ആശയാവതരണ രീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്.
ഇതിൽ പരിചയമുള്ള ആശയങ്ങൾ കഥയായും പാട്ടായും വിവരണമായും ക്ലാസ്സിൽ അവതരിപ്പിക്കുകയും അതിലെ പരിചിതങ്ങളായ വാക്യങ്ങൾ, പദങ്ങൾ, ആ പദങ്ങളിലെ അക്ഷരങ്ങൾ എന്ന ക്രമത്തിലാണ് അക്ഷരധാരണ ഉറപ്പിക്കുന്നത്. അപ്പോൾ കുട്ടിക്ക് മുമ്പേ തന്നെ പരിചയമുള്ള ആശയങ്ങൾ അത് കഥയായിട്ടും പാട്ടായിട്ടും വിവരണമായിട്ടും ക്ലാസ്സിൽ അവതരിപ്പിക്കും. എന്നിട്ട് അതിലെ പരിചിതമായ വാക്യങ്ങൾ, ആ വാക്യങ്ങൾ, പദങ്ങൾ, ആ പദങ്ങളിലെ അക്ഷരങ്ങൾ. അപ്പോൾ ഒരു വാക്യം മുഴുവനായി എടുക്കുന്നു, പിന്നെ അത് പദങ്ങളാക്കുന്നു, പിന്നെ പദങ്ങളിലെ അക്ഷരങ്ങൾ എന്ന ക്രമത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അക്ഷരധാരണ കുട്ടികളിൽ ഉറപ്പിക്കുന്നത്. കുട്ടി ഭാഷ നിർമ്മിക്കുന്നതിനുള്ള അവസരമാണ് ഭാഷാ ക്ലാസ്സിൽ ഒരുക്കുന്നത്. അപ്പോൾ കുട്ടി എന്ത് ചെയ്യാണ്, കുട്ടി ഭാഷ സ്വയം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരവസരം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സിൽ ഒരുക്കി കൊടുക്കുന്നത്. തെറ്റുമോ എന്ന ഭയം ഇല്ലാതാക്കി ആത്മവിശ്വാസത്തോടെ ശരിയിലേക്ക് നയിക്കപ്പെടുകയാണ് ചെയ്യുക. അപ്പൊ കുട്ടി എഴുതുന്ന ഒരു കാര്യമോ വായിക്കുന്ന ഒരു കാര്യമോ തെറ്റുമോ എന്ന ഭയം ഒഴിവാക്കിക്കൊണ്ട് ആത്മവിശ്വാസത്തോടെ ശരിയിലേക്ക് നയിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നാം നിത്യജീവിതത്തിൽ ഏർപ്പെടുന്ന ഓരോ പ്രവർത്തനത്തിലും ഗണിതവും ഭാഷയും പരിസര പഠനവും സ്വാഭാവികമായി കടന്നു വരുന്നത് കാണാം. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഒരു കുട്ടിയായിക്കോട്ടെ അല്ലെങ്കിൽ മുതിർന്ന ഒരാളായിക്കോട്ടെ, അവരൊക്കെ തന്നെ നിത്യജീവിതത്തിൽ ഏർപ്പെടുന്ന ഓരോ പ്രവർത്തനത്തിലും ഗണിതവും ഭാഷയും പരിസര പഠനവുമൊക്കെ സ്വാഭാവികമായിട്ട് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. നാം കണക്കു ചെയ്യുന്നുവെന്നോ ഭാഷ പഠിക്കുന്നുവെന്നോ തിരിച്ചറിഞ്ഞല്ല നാം കണക്കു ചെയ്യുന്നതും ഭാഷ പ്രയോഗിക്കുന്നതും. നമ്മൾ ഓരോ ഭാഷയും പ്രയോഗിക്കുമ്പോൾ നമ്മൾ അത് പഠിക്കുകയാണ് എന്നുള്ള കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ബോധം വെച്ചിട്ടൊന്നുമല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഒരു വിഷയവും ഒറ്റപ്പെട്ടു നിൽക്കുന്നില്ല. അപ്പോ ഒരു വിഷയത്തിനും ഒറ്റയ്ക്ക് എന്തില്ല, ഒരു നിലനിൽപ്പില്ല. എല്ലാം സ്വാഭാവികമായി ഇടകലർന്നു വരുന്നു. സ്വാഭാവികമായി തന്നെ എല്ലാ വിഷയങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇടകലർന്ന് വരുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ഇടകലർന്നു വരുന്നു എന്നുള്ള കാരണം, ഒരു സബ്ജക്റ്റിനും ഒറ്റയ്ക്ക് നിലനിൽക്കാൻ കഴിയില്ല. എല്ലാം സ്വാഭാവികമായി തന്നെ ഇടകലർന്നു വരുന്നു എന്നതിൻ്റെ ആശയമാണ് ഈ ഒരു ഉദ്ഗ്രഥിത സമീപനം മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളത് അവിടെ പ്രധാനമായിട്ടും ഓർത്തിരിക്കുക. ആത്മവിശ്വാസത്തോടെ കുട്ടികൾ ക്ലാസ്സിൽ ഇടപെടുമ്പോൾ പഠന സന്നദ്ധത വർദ്ധിക്കുന്നു. ആത്മവിശ്വാസത്തോടെ ഒരു കുട്ടി ക്ലാസ്സിൽ ഇടപെടുമ്പോൾ കുട്ടിയുടെ ആ ഒരു പഠനത്തിനായിട്ടുള്ള സന്നദ്ധത എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുന്നു. ക്ലാസ്സിൽ വ്യത്യസ്ത നിലവാരക്കാരുണ്ടാവും. നമുക്കറിയാം, ഒരു ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയും ഉണ്ടാവും, ഒട്ടും പഠനത്തിൽ ആ ഒരു കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റാത്ത കുട്ടിയും ഉണ്ടാവും. എല്ലാവർക്കും ഒരേ പ്രവർത്തനം അതുകൊണ്ട് തന്നെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. അതിനാൽ പ്രക്രിയകളിൽ നിരന്തരം മാറ്റം വേണ്ടിവരും. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രക്രിയകൾക്ക് എന്ത് ചെയ്യണം, പ്രക്രിയകൾക്ക് നിരന്തരമായിട്ടുള്ള മാറ്റം വേണ്ടിവരും എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഓരോ പ്രവർത്തനം നടക്കുമ്പോഴും കുട്ടികൾ എങ്ങനെ പ്രതികരിക്കുന്നു, ലിഖിത രൂപങ്ങളിലെ അവസ്ഥ എന്താണ്, കുട്ടിയുടെ ഘടനാപരമായ കഴിവുകൾ എത്രത്തോളം ഉണ്ട് എന്നിങ്ങനെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ നിരന്തരം ആ കുട്ടിയുടെ ഒരു നിലവാരത്തെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. ഇത് വിശകലന വിധേയമാക്കുമ്പോൾ കുട്ടികളുടെ പഠന തടസ്സങ്ങളും പഠന വിടവുകളും ബോധ്യപ്പെടും. അപ്പൊ ഇതിങ്ങനെ വിശകലന വിധേയമാക്കി കഴിഞ്ഞാൽ കുട്ടികളുടെ പഠന തടസ്സങ്ങളും അതേപോലെ തന്നെ പഠന വിടവുകളും എന്ത് ചെയ്യും, നമുക്ക് അധ്യാപകർക്ക് ബോധ്യപ്പെടും. അത് പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ കൂടി കണക്കിലെടുത്താണ് അടുത്ത ക്ലാസ് ആസൂത്രണം നടത്തേണ്ടത്. ഇങ്ങനെ നിരന്തരം നവീകരിക്കുന്ന ഒരു അധ്യാപകരെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുക എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഇനി അവിടെ അധ്യാപക സഹായിയിൽ പറഞ്ഞിരിക്കുന്ന ആ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കൊന്ന് നോക്കാം. ആശയവിനിമയോപാധി എന്നതിനപ്പുറം ഭാഷ ഒരു ജനതയുടെ സ്വത്വബോധത്തെയും സംസ്കാരത്തെയും പ്രതിഫലിക്കുന്നു. നമ്മുടെ ഭാഷ, മലയാളം എന്നുള്ള ഭാഷ നമ്മുടെ സ്വത്വബോധം, ഒരു ഐഡന്റിറ്റിയെയും അതേപോലെ തന്നെ നമ്മുടെ കൾച്ചറിനെയും പ്രതിഫലിപ്പിക്കുന്നുണ്ട്.
സാമൂഹിക ജീവിതത്തിൽ ക്രിയാത്മകമായി ഇടപെടുന്നതിനും ലോകത്തിന്റെ ഗതിവിഗതികൾ തിരിച്ചറിയുന്നതിനും മനുഷ്യനെ പ്രാപ്തനാക്കുന്നത് ഭാഷയാണ്. വിജ്ഞാന സ്വീകരണത്തിന്റെയും വിനിമയത്തിന്റെയും മാധ്യമവും മറ്റൊന്നല്ല. നമ്മുടെ വിജ്ഞാന സ്വീകരണത്തിന്റെയും വിനിമയത്തിന്റെയും മാധ്യമം മറ്റൊന്നല്ല. മനുഷ്യവംശത്തിനു മാത്രമുള്ള അമൂല്യ സ്വത്തായ ഭാഷയുടെ സ്വാംശീകരണം ഓരോ വ്യക്തിയും ജനനം മുതൽ ആരംഭിക്കുന്നു. അപ്പോൾ മനുഷ്യന് മാത്രമുള്ള ഒരു അമൂല്യ സ്വത്താണ് ഭാഷ. ഈ ഭാഷയുടെ സ്വാംശീകരണം ഓരോ വ്യക്തിയും ജനനം മുതൽ തന്നെ ആരംഭിക്കുന്നുണ്ട്. ജീവിത പരിസരങ്ങളിൽ നിന്ന് ആർജിക്കുന്ന ആശയങ്ങളെയും ഭാവങ്ങളെയും കരുത്തോടെയും ആത്മവിശ്വാസത്തോടെയും സന്ദർഭോചിതമായി വിനിമയം ചെയ്യുന്നതിന് പര്യാപ്തമായിരിക്കണം. സ്വാഭാവിക സാഹചര്യങ്ങളിൽ നിന്ന് ആർജിക്കുന്ന ഭാഷാശേഷികളെ നിശ്ചിത തലങ്ങളിൽ ചിട്ടപ്പെടുത്തുന്നത് വിദ്യാലയങ്ങളിൽ നടക്കുന്ന ഔപചാരിക പഠനത്തിലൂടെയാണ്. ഇപ്പൊ നമ്മൾ ഒരു സ്വാഭാവിക സാഹചര്യങ്ങളിൽ നിന്ന് ആർജിക്കുന്ന ഭാഷാപരമായിട്ടുള്ള ശേഷികളെ നിശ്ചിത തലങ്ങളിൽ ചിട്ടപ്പെടുത്തുന്നത് വിദ്യാലയങ്ങളിൽ നടക്കുന്ന ഔപചാരികമായ പഠനത്തിലൂടെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഭാഷാ പഠനം ഇതിന് അനുകൂലമായ രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ക്രമീകരിക്കേണ്ടത്. അതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഇനി ഒരു ഭാഷാ ക്ലാസ് അധ്യാപികയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അത് നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. ചിലപ്പോൾ പരീക്ഷയ്ക്കൊക്കെ ഭാഷാധ്യാപികയുടെ പ്രത്യേകതകൾ, ഭാഷാധ്യാപിക നല്ല വായനക്കാരി ആയിരിക്കണം, അല്ലെ വായനക്കാരനായിരിക്കണം. കുട്ടികളുമായി ഇടപഴകാൻ ഇഷ്ടമുള്ളവരും നന്നായി പ്രസംഗങ്ങൾ, ഭാഷണങ്ങൾ മുതലായവ നടത്തുന്നതിന് പ്രാപ്തിയുള്ളവരുമായിരിക്കണം ഒരു അധ്യാപകൻ. അത് ഭാഷാധ്യാപകൻ മാത്രമല്ല, ഏതൊരു അധ്യാപകനും കുട്ടികളുമായി ഇടപഴകാൻ ഇഷ്ടമുള്ളവരും നന്നായിട്ട് പ്രസംഗങ്ങൾ, ഭാഷണങ്ങൾ മുതലായവ നടത്തുന്നതിന് പ്രാപ്തിയുള്ളവരുമായിരിക്കണം. കുട്ടികളുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കുന്നവരും അവരെ അന്വേഷണാത്മക വഴിയിലൂടെ നയിക്കാൻ കഴിവുള്ളവരുമാകണം. ഒരു അധ്യാപകൻ എന്ന നിലയിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, അവരുടെ സംശയങ്ങൾ എപ്പോഴും നമ്മൾ തീർത്തു കൊടുക്കണം. അതേപോലെ തന്നെ അന്വേഷണാത്മകമായിട്ടുള്ള ഒരു ഗവേഷകനാവാൻ കുട്ടിയെ ഏത് സമയവും നല്ല അധ്യാപകർ എന്ത് ചെയ്യണം, പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അഭിനയം, ചിത്രം വര, കവിതാലാപനം എന്നിവയ്ക്ക് കഴിവുണ്ടാവണം. ഒരു അധ്യാപകൻ എന്ന നിലയിൽ, ഒരു ഭാഷാ അധ്യാപകൻ എന്ന നിലയിൽ പ്രത്യേകിച്ച് അഭിനയം, ചിത്രം വര, കവിതാലാപനം എന്നിവയ്ക്ക് കുട്ടിക്ക് എന്തുണ്ടാവണം, കഴിവുണ്ടാവണം. കുട്ടികൾ എഴുതി തയ്യാറാക്കിയവ മെച്ചപ്പെടുത്താനുള്ള മാർഗനിർദ്ദേശം നൽകാനും സ്വന്തമായി സർഗസൃഷ്ടി തയ്യാറാക്കാനും കുട്ടിക്ക് കഴിവുണ്ടാവണം. അപ്പൊ കുട്ടികൾ എഴുതി തയ്യാറാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് മെച്ചപ്പെടുത്താനുള്ള മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ സ്വന്തമായി സർഗസൃഷ്ടികൾ തയ്യാറാക്കാനും ഒരു ഭാഷാ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ എന്ത് ചെയ്യണം, കഴിവുണ്ടാവണം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആ ഒരു ഭാഗം ഓർത്തിരിക്കുക. കുട്ടിയുടെ ഭാഷാവികാസം വൈജ്ഞാനിക വികാസമായും ചിന്താശേഷിയുടെ വളർച്ചയുമായും ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു കുട്ടിയുടെ ഭാഷാവികാസം എന്നുള്ളത് അത് വൈജ്ഞാനിക വികാസമായിട്ടും അതുപോലെ കുട്ടിയുടെ ചിന്താശേഷിയുടെ വളർച്ചയുമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഊഹിക്കുക, ഭാവനയിൽ കാണുക, പ്രവചിക്കുക, വിവരിക്കുക, വർണ്ണിക്കുക എന്നിങ്ങനെ പഠിതാവിന്റെ ചിന്താശേഷി ചടുലമായും സർഗാത്മകമായും ഉപയോഗപ്പെടുത്തുന്നതിന് അവസരങ്ങൾ ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ കുട്ടികൾക്ക് സാധിക്കണം. അപ്പൊ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, കുട്ടികൾക്ക് നിരന്തരമായിട്ടൊരു വിദ്യാലയത്തിൽ നിന്ന് ഊഹിക്കാനും ഭാവനയിൽ കാണുവാനും അതുപോലെ പ്രവചിക്കുവാനും വിവരിക്കുവാനും കാര്യങ്ങളെ വർണ്ണിക്കുവാനും ഒക്കെ എന്ത് ചെയ്യണം, ഇത്തരത്തില് അതിലൂടെ പഠിതാവിന്റെ ചിന്താശേഷിയെയും അതേപോലെ തന്നെ സർഗാത്മകതയും ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് നമ്മുടെ വിദ്യാലയത്തിലെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് സാധിക്കണം. ഇതിനാവശ്യമായ പ്രവർത്തനങ്ങൾ സർഗാത്മകമായി ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ത് ചെയ്യണം,
ഒരു അധ്യാപികയ്ക്ക് എപ്പോഴും ഉണ്ടാവണം. മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന വിധം ശുദ്ധവും സ്പഷ്ടവുമായി ശ്രവ്യവായന നടത്താൻ അധ്യാപകർക്ക് കഴിയണം. പറയുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് ഒരു അധ്യാപികയ്ക്ക് ഉണ്ടാവണം. വായിച്ച് ആശയം ഗ്രഹിക്കാനുള്ള ശേഷി കുട്ടിക്ക് ഉണ്ടാവണം. കുട്ടിക്കല്ല, ടീച്ചർക്ക് ഉണ്ടാവണം. ആസ്വദിക്കാനുള്ള കഴിവ് ടീച്ചർക്ക് ഉണ്ടാവണം. ആശയപ്രകാശനം ഫലപ്രദമാക്കുന്നതിനുള്ള രചനാതന്ത്രങ്ങൾ ടീച്ചർ പരിചയപ്പെട്ടിരിക്കണം. രചനകളുടെ അർത്ഥങ്ങൾ വ്യാഖ്യാനിക്കാൻ കഴിയണം. ആശയങ്ങളും അനുഭവങ്ങളും വൈവിധ്യമുള്ള മാധ്യമങ്ങളിൽ ആവിഷ്കരിക്കാൻ കഴിയണം. സർഗാത്മക രചന നടത്താൻ കഴിയണം. പദാവലി വികസിപ്പിക്കാൻ കഴിയണം. അക്ഷരബോധം നല്ല രീതിയിൽ ഒരു അധ്യാപികയ്ക്ക് ഉണ്ടാവണം. സാഹിത്യ രൂപങ്ങളെയും കലാരൂപങ്ങളെയും വിലയിരുത്താൻ കഴിയണം. IT അടക്കമുള്ള സാധ്യതകൾ ഉപയോഗിച്ച് വിവരശേഖരണം നടത്താൻ വേണ്ടിയിട്ട് കൂടി എല്ലാവർക്കും കഴിയണം. ഈ മേഖലകളുമായി ബന്ധപ്പെട്ട പഠന നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഭാഷാ പഠനത്തിലൂടെ എന്ത് ചെയ്യണം? കുട്ടിക്ക് കഴിയണം എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഇനി ഭാഷാ പഠനം പ്രൈമറി ക്ലാസ്സുകളിൽ അതിൽ അധ്യാപക സഹായിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കി പോവാം. ആദ്യം, ഭാഷയുടെ സൗന്ദര്യവും ഓജസ്സും തിരിച്ചറിഞ്ഞ് സ്വതന്ത്രമായ ആവിഷ്കാരങ്ങൾക്ക് അവസരമൊരുക്കുന്നതിനും കഴിയുന്ന ഭാഷാ പഠനാന്തരീക്ഷമാണ് പ്രൈമറി ക്ലാസ്സുകളിൽ ഉണ്ടാവേണ്ടത്. അപ്പൊ നമ്മുടെ പ്രൈമറി ക്ലാസ്സുകളിൽ ഭാഷയുടെ സൗന്ദര്യവും ഓജസ്സും തിരിച്ചറിഞ്ഞുകൊണ്ട് കുട്ടിക്ക് സ്വതന്ത്രമായ ആവിഷ്കാരങ്ങൾക്ക് അവസരമൊരുക്കുന്നതിനും അതേപോലെയുള്ള ഒരു പഠനാന്തരീക്ഷമാണ് പ്രൈമറി ക്ലാസ്സുകളിൽ ഉണ്ടാവേണ്ടത്. വർത്തമാന പത്രങ്ങൾ മുതൽ വൈവിധ്യമാർന്ന സാഹിത്യകൃതികൾ വരെ ലഭ്യമാകുന്ന അച്ചടി സാമഗ്രികൾ കൊണ്ട് സമ്പന്നമായ അന്തരീക്ഷം സ്കൂളിൽ ഉണ്ടാവണം. അപ്പോൾ പത്രങ്ങൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന സാഹിത്യകൃതികൾ വരെ ലഭ്യമാകുന്ന ആ ഒരു അച്ചടി സാമഗ്രികൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു സ്കൂൾ അന്തരീക്ഷമാണ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്. ലളിതമായ ഭാഷാ വ്യവഹാര രൂപങ്ങളും കഥകൾ, കവിതകൾ, ഉപന്യാസങ്ങൾ മുതലായ സാഹിത്യ രൂപങ്ങളും ഈ ഘട്ടത്തിൽ പരിചയപ്പെടുകയും സർഗാത്മക രചനകൾ നടത്തുകയും വേണം. അപ്പോൾ ലളിതമായിട്ടുള്ള ഭാഷാ വ്യവഹാര രൂപങ്ങളും അതേപോലെ തന്നെ കഥകള്, കവിതകള്, ഉപന്യാസങ്ങള് മുതലായിട്ടുള്ള സാഹിത്യ രൂപങ്ങളൊക്കെ കുട്ടികൾ ഈ ഒരു ചെറുപ്രായത്തിൽ പരിചയപ്പെടുകയും സർഗാത്മക രചനകൾ നടത്തുകയും ചെയ്യാനുള്ള അവസരം കൂടി കുട്ടിക്ക് നൽകണം. അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, പദങ്ങൾ, പ്രയോഗങ്ങൾ, ശൈലികൾ മുതലായവ ആവശ്യാനുസരണം കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും ഉപയോഗിക്കുന്നതിനുള്ള ശേഷികളും നൈപുണികളും കുട്ടികൾക്ക് ഈ ഒരു ഘട്ടത്തിൽ വികസിച്ചു വരിക കൂടി വേണം. കുട്ടികൾക്ക് എന്ത് ചെയ്യണം? വിവിധങ്ങളായിട്ടുള്ള അക്ഷരങ്ങള്, ചിഹ്നങ്ങള്, പദങ്ങള്, പ്രയോഗങ്ങള്, ശൈലികൾ മുതലായവ ആവശ്യാനുസരണം കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും ഉപയോഗിക്കുന്നതിനുള്ള ശേഷികളും നൈപുണികളും ഈ ഘട്ടത്തിൽ വികസിച്ചു വരണം. അധ്യാപക സഹായി, മറ്റു വായനാ സാമഗ്രികൾ എന്നിവ പരിശോധിച്ച് പരമാവധി പഠനതന്ത്രങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവയിൽ ഭാഷാ ക്ലാസ്സിൽ പ്രയോജനപ്പെടുത്താവുന്ന ക്ലാസ്സിൽ ഒന്ന് സിമുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അനുയോജ്യമായ പാഠഭാഗങ്ങൾ നമുക്ക് അതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാം. അത് കഴിഞ്ഞിട്ട് 2 പ്രവർത്തനങ്ങൾ കൂടി 3 പ്രവർത്തനങ്ങൾ കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്രവർത്തനങ്ങൾ നിങ്ങളൊന്ന് നോക്കുക. ഇനി അടുത്ത ഒരു ഭാഗത്തേക്കാണ് നമ്മൾ കിടക്കുന്നത്. ആ ഭാഗം വിദ്യാലയ അനുഭവ പരിപാടിയാണ്. നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം. ഭാഷാബോധനവുമായി ബന്ധപ്പെട്ട് വിദ്യാലയങ്ങളിൽ നടക്കുന്ന പ്രവർത്തനം എന്തൊക്കെയാണ്? ജൂലൈ മാസത്തിൽ ഒരു വിദ്യാലയം തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രവർത്തന കലണ്ടറിന്റെ ഭാഗമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതൊന്ന് നമുക്കൊന്ന് നോക്കാം. ജൂലൈ 1 വീട് നല്ല വീട് പഠന പ്രവർത്തനങ്ങളുണ്ട്, എൻ്റെ കേരളം പഠന പ്രവർത്തനങ്ങളുണ്ട്, മാനത്തെ മടിത്തട്ടിൽ, അങ്ങനെ ജൂലൈ 2 പ്രവർത്തനങ്ങളുണ്ട്, ജൂലൈ 3, ജൂലൈ 5 പ്രവർത്തനങ്ങളുണ്ട്.
ജൂലൈ 6-ന് പ്രവർത്തനങ്ങളുണ്ട്, ജൂലൈ 11-ന്. ഇങ്ങനെ ഒരു വിദ്യാലയത്തിൽ നടക്കുന്ന ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഭാഷാബോധനവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു മാസമായിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. ഒരു വിദ്യാലയത്തിൽ നടക്കുന്ന ഏതൊക്കെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള സൂചനകളാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്, ഇതിലേക്ക് മറ്റെന്തൊക്കെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാനുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഭാഷാധ്യാപിക എന്ന നിലയ്ക്ക് ഏതൊക്കെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടി വരും എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പറയുന്ന കാര്യങ്ങളിലേക്ക് കിടക്കാം. 3-ാം സെമസ്റ്ററിൽ 45 ദിവസത്തെ വിദ്യാലയ പരിപാടിയാണ് ആസൂത്രണം ചെയ്യേണ്ടത്. നമുക്കറിയാം 3-ാം സെമസ്റ്ററിൽ എങ്ങനെ ഉണ്ടാവും, 45 ദിവസത്തെ വിദ്യാലയ അനുഭവ പരിപാടി ഉണ്ടാവും. ഇതിൽ വിദ്യാലയവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും അധ്യാപക വിദ്യാർത്ഥി പങ്കാളികളാവണം. ഒരു സ്കൂളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഈ 45 ദിവസം അധ്യാപക വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം, പങ്കാളികളാകണം. 4 ക്ലാസ്സുകളിൽ 15 പീരീഡ് ക്ലാസ് എടുക്കണം. 3-4 ക്ലാസ്സുകളിൽ 15 പീരീഡ് എന്താക്കണം, എല്ലാ അധ്യാപകരും അധ്യാപക വിദ്യാർത്ഥികൾ ക്ലാസ് എടുക്കണം. 1-2 ക്ലാസ്സുകളിൽ 10 പീരീഡ് ഉദ്ഗ്രഥന ക്ലാസ് ഉൾപ്പെടെ 25 പീരീഡ് ക്ലാസ് എടുക്കണം. അപ്പൊ അങ്ങനെ എത്രയായി, 4 ക്ലാസ്സുകളിൽ 15 എണ്ണാവുമ്പോൾ 60ആയി. പിന്നെ 10 പീരീഡ് ഉദ്ഗ്രഥനം കൂടി എടുക്കുമ്പോൾ 85 പീരീഡുകളായി. എടുത്ത ഭാഗത്തെ അടിസ്ഥാനമാക്കി നിലവാര നിർണയം നടത്തി രക്ഷിതാക്കളുടെ ക്ലാസ് തല യോഗത്തിൽ ആ ക്ലാസ്സിലെ ഓരോ കുട്ടിയുടെയും പഠന നിലവാര രേഖ അവതരിപ്പിക്കുകയും തുടർന്ന് നൽകേണ്ട പിന്തുണയെക്കുറിച്ച് അവതരിപ്പിക്കുകയും വേണം. ആ കാര്യങ്ങളൊന്നും എത്രത്തോളം നടക്കും എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ഐഡിയലായിട്ട് നമ്മൾ ഈ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യേണ്ട രീതിയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കാലയളവിൽ നടക്കുന്ന പ്രധാന ഭാഷാ ദിനാചരണങ്ങൾ തിരിച്ചറിഞ്ഞ് നൂതന പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കണം. ഇതൊക്കെ DLED ട്രെയിനികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതിന്റെ എല്ലാം ഉൽപ്പന്ന തെളിവുകളുമായി ഇടവേളകളിൽ അവരവരുടെ ടീച്ചർ ട്രെയിനിങ് സ്ഥാപനങ്ങളിൽ സെമിനാർ, ശില്പശാല രീതിയിൽ കണ്ടെത്തലുകൾ പങ്കുവെക്കുകയും വേണം. അപ്പൊ നിങ്ങൾ ഓരോ സ്കൂളിലും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അവധി ദിവസങ്ങളിൽ നിങ്ങളുടെ DLED സെന്ററിൽ പോയിട്ട് ചർച്ച ചെയ്യുകയൊക്കെ വേണം. അതിൽ നിന്ന് പുതിയ പുതിയ ആശയങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഈ രീതിയിലാണ് വിദ്യാലയ അനുഭവ പരിപാടി മുന്നേറേണ്ടത്. DLED കരിക്കുലത്തിലെ താഴെ കൊടുത്ത പേജുകളിൽ വിദ്യാലയ അനുഭവ പരിപാടിയുടെ വിശദാംശങ്ങൾ വിവരിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ആ ഭാഗം കൂടി ഒന്ന് നോക്കാം. അധ്യാപക വിദ്യാർത്ഥിയുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ജന്മസിദ്ധമായ കഴിവുകൾ ഊതിക്കാച്ചിയെടുക്കുകയും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് വിദ്യാലയ അനുഭവ പരിപാടി അഥവാ സ്കൂൾ ഇന്റേൺഷിപ്പ്. നമുക്കറിയാം നമ്മുടെ DLED ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രവർത്തനങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അതൊരിക്കലും 1-2 സെമസ്റ്ററിൽ നിങ്ങൾ ക്ലാസ്സിലിരുന്ന് പഠിച്ച തിയറികളായിരിക്കില്ല. എപ്പോഴും എന്തായിരിക്കും, 3-ാം സെമസ്റ്ററിലെയും 4-ാം സെമസ്റ്ററിലെയും ഇന്റേൺഷിപ്പ് ആയിരിക്കും എന്നുള്ളത് തിരിച്ചറിയാം. വിദ്യാലയം, കുട്ടികൾ, രക്ഷിതാക്കൾ, സമൂഹം എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു സാമൂഹിക പ്രക്രിയയാണ് വിദ്യാലയങ്ങളിൽ നടക്കുന്നത്. നമുക്കറിയാം വിദ്യാലയം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹ സ്ഥാപനമാണ്. അതിൽ വിദ്യാലയം, കുട്ടികൾ, രക്ഷിതാക്കൾ, സമൂഹം എല്ലാവരും ഉൾപ്പെട്ടിട്ടുണ്ടാവും. അധ്യാപക വിദ്യാർത്ഥി എന്ന നിലയിൽ നേടിയ ധാരണകൾ, ബോധനശാസ്ത്രപരമായ കാഴ്ചപ്പാടുകൾ എന്നിവ പ്രയോഗിച്ചു നോക്കുന്നതിനും നമ്മൾ അധ്യാപക വിദ്യാർത്ഥി എന്ന നിലയിൽ പല ധാരണകൾ നേടിയിട്ടുണ്ടാവും. പിന്നെ ബോധനപരമായ ചെറിയ കാഴ്ചപ്പാടുകളൊക്കെ ഈ ഒരു DLED പഠിക്കുന്നതിലൂടെ വന്നിട്ടുണ്ടാവും. ഇവ പ്രയോഗിച്ചു നോക്കാനും വിലയിരുത്തൽ നടത്തി സ്വയം മെച്ചപ്പെടുത്തുന്നതിനും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇന്റേൺഷിപ്പ് ഉപയോഗിക്കാം. അധ്യാപക വിദ്യാർത്ഥികള് വഴികാട്ടിയും മെന്ററുമായ ഒരു മുതിർന്ന അധ്യാപകന്റെയും സ്കൂളിലെ പ്രധാന അധ്യാപകന്റെയും മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഈ ഒരു സന്ദർഭത്തിൽ പ്രവർത്തിക്കേണ്ടത്. അപ്പൊ ആ സ്കൂളിൽ HM ഉണ്ടാവും, ആ സ്കൂളിലെ HMന്റെയും അതേപോലെ തന്നെ അവിടെ നമുക്കായിട്ടൊരു മെന്റർ ടീച്ചർ ഉണ്ടാവും. ഈ മെന്റർ ടീച്ചറുടെയും നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്.
വിദ്യാലയത്തിലെ മറ്റധ്യാപകരെ പോലെ അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്നതിന് 100 ദിവസം നീണ്ടു നിൽക്കുന്ന വിദ്യാലയ അനുഭവ പരിപാടിയിലൂടെ അവസരം ലഭിക്കും. അപ്പോൾ ഒരു അധ്യാപകനായിട്ട് തന്നെ നമുക്ക് എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാൻ ഈ ഒരു ടീച്ചർ ട്രെയിനിങ് പീരീഡിൽ നമുക്ക് എന്ത് ചെയ്യും, അവസരം ലഭിക്കും. നല്ല രീതിയിലൊക്കെ ഇന്റേൺഷിപ്പിന് പോയാൽ തീർച്ചയായിട്ടും അവിടുത്തെ അധ്യാപകർക്കൊക്കെ നമ്മളോട് നല്ല സ്നേഹം തന്നെയായിരിക്കും. അധ്യാപക പരിശീലന സ്ഥാപനങ്ങളും സ്കൂൾ ഇന്റേൺഷിപ്പുമായി തിരഞ്ഞെടുക്കുന്ന വിദ്യാലയങ്ങളും പരസ്പര ധാരണയും സഹകരണവും എപ്പോഴും ആവശ്യമാണ്. ഇരു സ്ഥാപനങ്ങൾക്കും നേട്ടമുണ്ടാകുന്ന ഒരു പരിപാടി കൂടിയായിട്ടാണ് നമ്മൾ ഇന്റേൺഷിപ്പിനെ കാണേണ്ടത്. ഇതിലൂടെ നൂതനമായിട്ടുള്ള പഠനാനുഭവങ്ങൾ, പ്രവർത്തന പരിപാടികൾ എന്നിവ വിദ്യാലയങ്ങൾക്ക് എന്ത് ചെയ്യണം, ലഭ്യമാക്കി കൊടുക്കണം. വിദ്യാലയങ്ങൾ നടക്കുന്ന നൂതന പ്രവർത്തനങ്ങള് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബാക്കി നമുക്ക് നോക്കാം. ഇനി നോക്കിയേ, 3ാം സെമസ്റ്റർ ഇന്റേൺഷിപ്പിന്റെ സ്കോർ വിതരണ ക്രമമാണ്. മലയാളത്തിന് 15 പീരീഡാണ് എടുക്കേണ്ടത്, സ്കോർ 20 വരിക. ഇംഗ്ലീഷിന് 15 പീരീഡാണ് എടുക്കേണ്ടത്, സ്കോർ 20 വരിക. ഗണിതം 15 പീരീഡ്, സ്കോർ 20. പരിസര പഠനം 15 പീരീഡ്, സ്കോർ 20. ഇന്റഗ്രേഷൻ 10 പീരീഡാണ് എടുക്കേണ്ടത്, സ്കോർ 20. കലാവിദ്യാഭ്യാസം 5 പീരീഡ്, പ്രവൃത്തി പഠനം 5 പീരീഡ്, ആരോഗ്യ കായിക വിദ്യാഭ്യാസം 5 പീരീഡ്. ഇങ്ങനെ 85 പീരീഡ് നമുക്ക് എന്ത് ചെയ്യണം, എടുക്കേണ്ടി വരും. ഈ 85 പീരീഡുകളിൽ 130 മാർക്കാണ് ഈ 85 പീരീഡുകളിൽ നിന്നും നമുക്ക് ലഭിക്കുക. ഇനി ഇന്റഗ്രേഷൻ ക്ലാസ് 1-2 സ്കോർ കൺസോളിഡേഷൻ ഫോർമാറ്റിൽ പേപ്പർ 303 മലയാളം സ്കോറിനോട് ചേർത്ത് ആകെ സ്കോർ 40 നൽകണം. അപ്പോൾ ഇവിടെ എന്ത് കണ്ടിട്ടുണ്ട്, മലയാളത്തിന് 20 മാർക്കാണ്, ഇന്റഗ്രേഷൻ 20 മാർക്കാണ്. അത് രണ്ടും കൂടെ എന്താ, മലയാളം സ്കോറിനോട് ചേർത്ത് തന്നെയാണ് നമ്മുടെ ഇന്റഗ്രേഷൻ സ്കോറും കൂടെ വരിക എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഇനി ബോധനശാസ്ത്രപരമായ അപഗ്രഥനവും സൂക്ഷ്മതല ആസൂത്രണവും മലയാളത്തിൽ എങ്ങനെ വേണം എന്നുള്ള കാര്യമാണ് അവിടെ അടുത്തതായിട്ട് ഉള്ളത്. നമുക്കൊന്ന് നോക്കാം. പാഠപുസ്തകത്തിലെ ഓരോ പാഠഭാഗവും ബോധനശാസ്ത്രപരമായ വിശകലനത്തിന് വിധേയമാക്കിയ ശേഷമാണ് പാഠാസൂത്രണം തയ്യാറാക്കുക. അപ്പൊ നമ്മുടെ പാഠാസൂത്രണം എന്ന് പറയുന്നത് ടീച്ചിങ് മാനുവൽ ആണ്. ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുന്നതിന് മുമ്പ് നമ്മൾ ഓരോ പാഠഭാഗവും എന്ത് ചെയ്യണം, ബോധനശാസ്ത്രപരമായിട്ടുള്ള വിശകലനത്തിന് വിധേയമാക്കണം. പാഠഭാഗത്തിലെ ഉള്ളടക്കം, അന്തർലീനമായിട്ടുള്ള ആശയം, ധാരണ എന്നിവ തിരിച്ചറിയുന്നതിനും അതിലെ ഭാഷാപരമായ സവിശേഷതകൾ ഉൾക്കൊള്ളുന്നതിനും ബോധനശാസ്ത്രപരമായ അപഗ്രഥനം സഹായിക്കും. അപ്പൊ നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിലെ ഉള്ളടക്കം, അതിൽ അന്തർലീനമായിട്ടുള്ള ആശയം, ധാരണ എന്നിവയൊക്കെ തിരിച്ചറിയുന്നതിനും അതിലെ ഭാഷാപരമായ സവിശേഷതകൾ ഉൾക്കൊള്ളുന്നതിനും ഈ ഒരു ബോധനശാസ്ത്രപരമായിട്ടുള്ള അപഗ്രഥനം സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ പാഠഭാഗത്തെക്കുറിച്ച് സമഗ്രമായ ധാരണ നേടിയ ശേഷം മാത്രമേ പാഠാസൂത്രണം ഫലപ്രദവും സൂക്ഷ്മവുമായി തയ്യാറാക്കുവാനും കഴിയൂ. അപ്പൊ ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ബോധനശാസ്ത്രപരമായ അപഗ്രഥനം ചെയ്താൽ മാത്രമേ പാഠഭാഗത്തെക്കുറിച്ച് നമുക്ക് സമഗ്രമായിട്ടുള്ള ഒരു ധാരണ ലഭിക്കുകയും അതിലൂടെ പാഠാസൂത്രണം ഫലപ്രദവും സൂക്ഷ്മവുമായി തയ്യാറാക്കാനും കഴിയും. കുട്ടി സ്വയം അറിവ് നിർമ്മിച്ച് മുന്നേറുന്ന ഒരു ക്ലാസ്സിലേക്കുള്ള ആസൂത്രണമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തയ്യാറാക്കേണ്ടത്. പ്രക്രിയാബന്ധിതമായിട്ടുള്ള നിരന്തര വിലയിരുത്തലിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുന്ന, എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുന്ന തരത്തിലാവണം ഓരോ പ്രവർത്തനവും നമ്മൾ ചെയ്യേണ്ടത്. ഭാവി അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം പാഠാസൂത്രണത്തെ പോലെ സുപ്രധാനമായിട്ടുള്ള മറ്റൊരു ശേഷി ഈ പരിശീലന കാലത്ത് നമുക്ക് കൈവരിക്കാനാവില്ല. അതിനാൽ സൂക്ഷ്മ പ്രക്രിയ ഉൾക്കൊള്ളുന്ന പാഠാസൂത്രണം തയ്യാറാക്കുവാനുള്ള ധാരണയും ശേഷിയും മനോഭാവവും നൈപുണികളും ഈ കാലഘട്ടത്തിൽ ആർജിക്കുവാനുള്ള അനുഭവവും അവസരവും ഒരുക്കി കൊടുക്കണം. ഭാവി കേരളത്തെ രൂപപ്പെടുത്താൻ തന്നെ ഇത് സഹായിക്കും. വലിയൊരു ചുമതലയാണത്. ഇനി
ബോധനശാസ്ത്രപരമായിട്ടുള്ള അപഗ്രഥനം ഫോർമാറ്റ് നിങ്ങൾ കണ്ടും കേട്ടും മടുത്തിട്ടുള്ള കാര്യമായിരിക്കും. ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് പാർട്ട് എയിൽ അടിസ്ഥാന വിവരങ്ങൾ വേണം, പാർട്ട് ബിയിൽ പാഠ വിശകലനത്തിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചേർക്കണം. പിന്നെ ഇതുപോലെ പട്ടിക വരച്ചിട്ട് യൂണിറ്റ് അല്ലെങ്കിൽ പാഠത്തിന്റെ പേര്, പഠന പ്രവർത്തനങ്ങളും പ്രക്രിയയും, പഠന നേട്ടം, പഠനതന്ത്രം, പഠന സാമഗ്രികൾ, ഉൽപ്പന്നം, വിലയിരുത്തൽ എന്ന രീതിയിൽ എഴുതണം. ബോധനശാസ്ത്രപരമായിട്ടുള്ള അപഗ്രഥനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാർട്ട് എയിൽ അടിസ്ഥാന വിവരങ്ങൾ വേണം. പിന്നെ പഠന നേട്ടങ്ങൾ മുഴുവനായിട്ട് എഴുതണം, ആശയങ്ങൾ എഴുതണം, ശേഷികൾ, നൈപുണികൾ, മൂല്യം, മനോഭാവം, വ്യവഹാര രൂപങ്ങൾ, പ്രതീക്ഷിത സമയം, തുടർവായന, സർഗവേള, CPT-യിലൊക്കെ എഴുതണം. പിന്നെ അതേപോലെ തന്നെ ഇതേ പട്ടികയാക്കിയിട്ട് പഠന പ്രവർത്തനങ്ങളും പ്രക്രിയ എഴുതണം. പഠന നേട്ടം, പഠനതന്ത്രം, പഠന സഹായി, ഉൽപ്പന്നം, വിലയിരുത്തൽ എന്നിവ പട്ടികയാക്കിയിട്ട് ഓരോന്നായിട്ട് എഴുതി ഇങ്ങനെ പോണം എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഇനി സൂക്ഷ്മതല പാഠാസൂത്രണം, അത് ടീച്ചിങ് മാനുവൽ ആണ്. അതിലും പ്രാഥമിക വിവരങ്ങൾ ഉൾപ്പെടുത്തണം. പാർട്ട് ബിയിൽ പഠന നേട്ടങ്ങൾ, ആശയങ്ങൾ, നൈപുണികൾ, മൂല്യങ്ങൾ, മനോഭാവങ്ങൾ, വ്യവഹാര രൂപം, പഠന സാമഗ്രി, പഠന പ്രവർത്തനം, ആകെ സമയം, സർഗവേളയിൽ അവതരിപ്പിക്കുന്നത്, CPT-യിൽ അവതരിപ്പിക്കുന്നത്. പിന്നെ പാർട്ട് സി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ പഠന പ്രവർത്തനങ്ങൾ വിലയിരുത്തൽ, നമ്മൾ ചെയ്യുന്ന പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതുക. ഏത് തരത്തിലാണോ കുട്ടി പ്രതികരിക്കുന്നത്, ഓരോ തവണയും ഏതൊക്കെ കുട്ടികൾ എന്തൊക്കെ പറയുന്നു തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു വിലയിരുത്തൽ കോളത്തിൽ എഴുതി ചേർക്കണം എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഇവിടെ ഈ ഒരു ടീച്ചിങ് മാനുവലിന്റെ മാതൃക കൊടുത്തിട്ടുണ്ട്. ആ ടീച്ചിങ് മാനുവലിന്റെ മാതൃക നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് വായിച്ചു നോക്കുക. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് മാനുവൽ ആണ്. അപ്പൊ അത് കൃത്യമായിട്ട് ഒരു അധ്യാപക വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങളൊന്ന് കൃത്യമായിട്ട് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഏത് തരത്തിലാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് വളരെ ഉപകാരം ചെയ്യും എന്നുള്ളത് അവിടെ മനസ്സിലാക്കി വെക്കുക. വളരെ ലെങ്തി ആയിട്ടാണ് ഈ ഭാഗം പറഞ്ഞിരുന്നത്. അവസാനമായിട്ട് പ്രതിഫലന കുറിപ്പുണ്ട്. കവിത വായിച്ച് മനസ്സിലാക്കിയ കുട്ടികൾക്ക് അനുഭവം കുറവാണ്. പ്രതിഫലനാത്മക ചോദ്യങ്ങളുടെ അനുഭവക്കുറവുണ്ട്. വർക്ക് ഷീറ്റുകൾ ആവേശപൂർവ്വം എല്ലാവരും ഏറ്റെടുത്തു. എല്ലാവരുടെയും പങ്കാളിത്തവും പഠന നേട്ടവും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയിൽ നമുക്ക് എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്രതിഫലന കുറിപ്പിൽ രേഖപ്പെടുത്തേണ്ടത് എന്നുകൂടെ എന്ത് ചെയ്യുക? അവിടെ ഓരോ അധ്യാപക വിദ്യാർത്ഥികളും ഓർത്തിരിക്കുക. അത് കൃത്യമായിട്ട് ഒന്ന് വായിച്ച് നോക്കുക. ഇനി ഒരു വർക്ക് ഷീറ്റിന്റെ മാതൃക ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ് 1 അമൃതം, അതിലത്തെ 4ാം ക്ലാസ്സിലാണ് കുടയില്ലാത്തവർ എന്ന ഭാഗത്തിന്റെ വർക്ക് ഷീറ്റാണ്. ആ വർക്ക് ഷീറ്റ് എന്ത് ചെയ്യുക? ഒന്ന് വായിച്ചു നോക്കുക. ഇനി നമ്മൾ ഈ ഒരു പാഠത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. അടുത്ത ഭാഗം വിലയിരുത്തൽ എങ്ങനെ എന്നുള്ളതാണ്. നമുക്ക് അടുത്തതായിട്ട് ആ ഒരു ഭാഗം നോക്കാം. വിലയിരുത്തൽ സമീപനം വിവിധ വിഷയങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ഒരു വിലയിരുത്തൽ സമീപനം എല്ലാ വിഷയങ്ങളിലും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു ഭാഗമാണ്. വിവിധ അധ്യാപക സഹായികളിലും പടവുകൾ എന്ന വിലയിരുത്തൽ സമീപന രേഖയിലും വിലയിരുത്തൽ പ്രവർത്തനം വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. പഠന നേട്ടങ്ങളെ അടിസ്ഥാനമാക്കി പ്രവർത്തനങ്ങൾ നൽകുമ്പോൾ നാം നൽകുന്ന പ്രക്രിയകൾ, പഠന പ്രക്രിയയിൽ കുട്ടി നേരിടുന്ന പ്രയാസങ്ങൾ എന്നിവ ഓരോ ശ്രമത്തിലും ഓരോ ഘട്ടത്തിലും അധ്യാപിക വിലയിരുത്തിയിരിക്കും. ഓരോ ഘട്ടത്തിലും കുട്ടി നേരിടുന്ന പ്രശ്നങ്ങളും നമ്മൾ നൽകുന്ന പഠന നേട്ടങ്ങൾ എത്രത്തോളം കുട്ടിയിൽ നല്ല രീതിയിൽ എഫക്റ്റ് ആവുന്നു എന്നുള്ള കാര്യമൊക്കെ ഓരോ അധ്യാപികയും ഓരോ സമയത്തും വിലയിരുത്തിയിട്ടുണ്ടാവും. കുട്ടിക്ക് വേണ്ട പഠന പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമമായിട്ടാണ് ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ നടത്തുന്നത്. അധ്യാപക സഹായി
പടവുകൾ എന്നിവ റെഫർ ചെയ്ത് താഴെ സൂചിപ്പിക്കുന്ന ആശയങ്ങളിൽ വ്യക്തത വരുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങൾ പരിഗണിച്ച് കുറിപ്പ് തയ്യാറാക്കി പൊതു ചർച്ചകൾ കൂടി നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിലയിരുത്തലിന്റെ സമീപനം, ചോദ്യനിർമ്മാണം, സ്കോറിംഗ് രീതികൾ, വിലയിരുത്തൽ തന്ത്രങ്ങൾ, വിലയിരുത്തൽ ഫോർമാറ്റ്, പഠന പുരോഗതി രേഖ, സർഗാത്മക കഴിവുകളുടെ വിലയിരുത്തൽ എന്നിവയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ചർച്ചയ്ക്ക് വേണ്ടി അധ്യാപക സഹായിലെ പ്രസക്ത ബാധകങ്ങൾ പ്രയോജനപ്പെടുത്താൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ പഠനം എന്നുള്ളൊരു ഭാഗമാണ് നോക്കാൻ പോകുന്നത്. പഠനം എന്നത് കുട്ടികളിൽ സ്വാഭാവികമായും നിരന്തരമായും നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ലേണിംഗ് അല്ലെങ്കിൽ പഠനം എന്നുള്ളത് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ നിരന്തരമായിട്ടും സ്വാഭാവികമായിട്ടും നടക്കുന്ന ഒരു പ്രക്രിയയാണ്. പഠനം കാര്യക്ഷമമാകണമെങ്കിൽ അനുഭവങ്ങൾ ഉദ്ദേശാധിഷ്ഠിതവും പഠന നേട്ടങ്ങളെ കേന്ദ്രീകരിച്ചുമാകണം. നമ്മുടെ പഠനം കൃത്യമായിട്ടും കാര്യക്ഷമമായിട്ടും നടക്കണമെങ്കിൽ അനുഭവങ്ങൾ എന്ത് ചെയ്യണം, ഉദ്ദേശാധിഷ്ഠിതമായും പഠന നേട്ടങ്ങളെ കേന്ദ്രീകരിച്ചും മുന്നോട്ട് കൊണ്ടുപോകണം. കുട്ടി നേടേണ്ട ശേഷികളും ധാരണകളും സംബന്ധിച്ച് അധ്യാപകന് വ്യക്തമായിട്ടുള്ള അവബോധമുണ്ടാകണം. ഒരു കാര്യം പഠിപ്പിക്കുന്നതിലൂടെ ആ ഒരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടി നേടിയിരിക്കേണ്ട ശേഷികളെയും ധാരണകളെയും സംബന്ധിച്ച് അധ്യാപകന് വ്യക്തമായിട്ടുള്ള ഒരു അവബോധം ഉണ്ടാവണം. ഓരോ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നേടേണ്ട പഠന നേട്ടങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണം. അപ്പോൾ ഓരോ പാഠഭാഗം നമ്മൾ പഠിപ്പിക്കുമ്പോഴും അതിന് അനുസൃതമായിട്ടുള്ള പഠന നേട്ടങ്ങൾ ഉണ്ടാവും. ഈ പഠന നേട്ടങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ എന്നുള്ള കാര്യം അവിടെ ഓർത്തിരിക്കുക. ഈ പ്രവർത്തനങ്ങൾ ജീവിത സന്ദർഭങ്ങളുമായി ബന്ധിപ്പിച്ച് അവതരിപ്പിക്കാൻ കൂടി കഴിയണം. ആ ഒരു പഠനം പഠിപ്പിക്കുന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യണം, കുട്ടിയുടെ ജീവിത സന്ദർഭവുമായിട്ട് ബന്ധിപ്പിച്ച് അവതരിപ്പിക്കാൻ കൂടി കഴിയണം. ഇപ്രകാരം നേടിയ ശേഷികളും ധാരണകളും പഠന നേട്ടങ്ങൾ ഉറപ്പാക്കുന്നതിന് എത്രമാത്രം പര്യാപ്തമാണ്? പഠന നേട്ടം കൈവരിക്കാൻ ഇനിയും ശേഷിക്കുന്നവർ ആരൊക്കെയാണ്? നൽകേണ്ടുന്ന തുടരനുഭവങ്ങൾ എന്തൊക്കെയാവണം? ഇവ എങ്ങനെയാണ് നമുക്ക് നൽകാൻ പറ്റുക? ഇപ്രകാരമുള്ള ചിന്തകളാണ് വിലയിരുത്തലിന്റെ ഭാഗമായിട്ട് ഓരോ അധ്യാപകരിലും ഉണ്ടാവേണ്ടത് എന്നുള്ളത് അവിടെ തിരിച്ചറിയാം. അപ്പൊ നമ്മൾ വിലയിരുത്തുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ നേടിയ ശേഷികളും ധാരണകളും പഠന നേട്ടങ്ങൾ ഉറപ്പാക്കുന്നതിന് എത്രമാത്രം പര്യാപ്തമാണ് എന്നുള്ളത് അറിയണം. പഠന നേട്ടങ്ങൾ കൈവരിക്കാൻ ഇനിയും ശേഷിക്കുന്നവർ ആരെല്ലാം എന്നറിയണം. നൽകേണ്ടുന്ന തുടരനുഭവങ്ങൾ എന്തെല്ലാമാകണം, അവ എങ്ങനെയൊക്കെ നൽകും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, നമ്മൾ ഒരു കുട്ടിയെ വിലയിരുത്തുന്നതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയണം. ഒരു പാഠഭാഗത്തിന്റെ അല്ലെങ്കിൽ യൂണിറ്റിന്റെ വിനിമയത്തിനു ശേഷം എന്തൊക്കെ പഠിച്ചു എന്ന് വിലയിരുത്തുന്ന പ്രക്രിയയെ പഠനത്തെ വിലയിരുത്തൽ എന്ന് പറയാം. 100 1000 തവണ നമ്മൾ DLEDന്റെ ഭാഗമായിട്ട് വിലയിരുത്തലിന്റെ 3 തലങ്ങൾ പഠിക്കുന്നതാണ്. വേറെ വേറെ വിഷയങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയും. ആദ്യത്തേത് അസസ്മെന്റ് ഓഫ് ലേണിംഗ് ആണ്. അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്തൊക്കെ പഠിച്ചു എന്ന് വിലയിരുത്തുന്നതിനെയാണ് പഠനത്തെ വിലയിരുത്തൽ എന്ന് പറയാം. പാഠഭാഗങ്ങളുടെ പഠനത്തിന് ശേഷമുള്ള പഠിതാവിന്റെ മികവ്, പഠന നിലവാരം എന്നിവയാണ് ഇവിടെ വിലയിരുത്തപ്പെടുക. അപ്പോൾ ഒരു ഭാഗം പഠിച്ചതിന് ശേഷമുള്ള പഠിതാവിന്റെ മികവ്, പഠന നിലവാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. ഇത് വിലയിരുത്തലിന്റെ ഒരു തലം മാത്രമേ ആകുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ഈ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ഒരു തലം മാത്രമേ ആകുന്നുള്ളൂ. എന്നാൽ പഠനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള വിലയിരുത്തലിനാണ് കൂടുതൽ പ്രാമുഖ്യം കൽപ്പിക്കേണ്ടത്. അപ്പൊ പഠനത്തെയാണ് നമ്മൾ ആദ്യം പഠനത്തെ വിലയിരുത്തൽ പറഞ്ഞു. എന്നാൽ കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത് ആ ഒരു പഠനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള വിലയിരുത്തലിനായിരിക്കണം. പഠനം നടക്കുന്ന വേളയിൽ അതിന്റെ കാര്യക്ഷമതയ്ക്കു വേണ്ടി അധ്യാപകനോ സഹപാഠികളോ നടത്തുന്ന വിവിധങ്ങളായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവാം. പഠനത്തോടൊപ്പമുള്ള ഈ വിലയിരുത്തലും
ഫീഡ്ബാക്ക് നൽകലും വിലയിരുത്തലിന്റെ മറ്റൊരു തലമാണ്. ഇതിനെ പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നു. അപ്പൊ പഠനത്തോടൊപ്പം തന്നെ നടക്കുന്ന ഒരു വിലയിരുത്തൽ പ്രക്രിയയാണ് എന്ത്? ഈ പഠനത്തിനായുള്ള വിലയിരുത്തൽ, അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പഠനം നടക്കുമ്പോൾ തന്നെ ആ ഒരു പഠനത്തിന്റെ എഫക്റ്റീവ്നെസ്സിന് വേണ്ടി അല്ലെങ്കിൽ കാര്യക്ഷമതയ്ക്ക് വേണ്ടി അധ്യാപകനോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ കൂടെയുള്ള സഹപാഠികളോ നടത്തുന്ന വിവിധങ്ങളായിട്ടുള്ള, ചിലപ്പോൾ പറഞ്ഞു കൊടുക്കലാവാം, ഹെൽപ്പ് ചെയ്യലാവാം, ഒരു പ്രശ്നം സോൾവ് ചെയ്തു കൊടുക്കലാവാം, ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലുകളെയുമാണ് എന്ത് എന്ന് പറയുക, നമ്മൾ പഠനത്തിനായുള്ള വിലയിരുത്തൽ അല്ലെങ്കിൽ അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറയാം. ഇത് പഠന പുരോഗതിക്ക് വേണ്ടി നിരന്തരം നിർവഹിക്കേണ്ടതും പഠന പ്രവർത്തനത്തോട് ഇഴചേർന്ന് നിൽക്കുന്നതുമാണ് എന്നുള്ള കാര്യം കൂടി അവിടെ ഓർത്തിരിക്കുക. ഇതോടൊപ്പം പഠനത്തിലൂടെ നേടിയ ആശയങ്ങളെയും ധാരണകളെയും സ്വയം വിമർശനാത്മകമായി പരിശോധിക്കുകയും മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു തിരുത്തൽ പ്രക്രിയയുണ്ട്. അപ്പൊ നമ്മൾ 2 വിലയിരുത്തലിന് ശേഷം എന്താണ്, കുട്ടികൾ തന്നെ സ്വയം ഒരു ഓട്ടോണമി ഏറ്റെടുത്തുകൊണ്ട് കുട്ടികൾ പഠിച്ച കാര്യങ്ങളെ ഒരു സ്വയം വിമർശന തലത്തിൽ പരിശോധിക്കുന്നതിനെ നമുക്ക് ഒരു സ്വയം വിലയിരുത്തലായി കണക്കാക്കാം. ഇപ്രകാരം സ്വയം നിർവഹിക്കുന്ന വിലയിരുത്തലിലൂടെയും എന്ത് സാധ്യമാവുന്നുണ്ട്? പഠനം സാധ്യമാവുന്നുണ്ട്. ഇതിനെ വിലയിരുത്തൽ തന്നെ പഠനം എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇപ്രകാരം സ്വയം വിലയിരുത്തലിലൂടെയും പഠനം സാധ്യമാവുന്നുണ്ട്. ഇതിനെ നമ്മൾ എന്താണ് പറയാ? വിലയിരുത്തൽ തന്നെ പഠനം എന്നാണ് പറയാ. അസസ്മെന്റ് ആസ് ലേണിംഗ്. അത് കുട്ടി പഠിച്ച കാര്യങ്ങളെ വിമർശനാത്മകപരമായിട്ട് സ്വയം വിലയിരുത്തുന്നതാണ്. അപ്പൊ ഇതിനെ നമ്മൾ വിലയിരുത്തൽ തന്നെ പഠനം, അസസ്മെന്റ് ആസ് ലേണിംഗ് എന്ന് പറയുന്നു. പഠനം കൂടുതൽ കാര്യക്ഷമമായി നിർവഹിക്കണമെങ്കിൽ പഠനത്തിനായുള്ള വിലയിരുത്തൽ തന്നെ പഠനം എന്നിവയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ പഠനം കൂടുതൽ കാര്യക്ഷമമാകണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഏതിനൊക്കെ കൊടുക്കണം? പഠനത്തിനായിട്ടുള്ള വിലയിരുത്തലിനും കൊടുക്കണം, വിലയിരുത്തൽ തന്നെ പഠനത്തിനും നല്ല രീതിയിൽ ഊന്നൽ കൊടുക്കണം. അത്തരത്തിൽ പഠനം ഫലപ്രദമാക്കുന്നതിനുള്ള വിലയിരുത്തൽ പ്രക്രിയയ്ക്ക് പ്രാധാന്യം നൽകുന്ന സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇത്തരത്തില് പഠനം ഫലപ്രദമാവുന്ന ആ ഒരു വിലയിരുത്തൽ കൊണ്ട് കുട്ടിയുടെ പഠനം ഫലപ്രദമാക്കാൻ വേണ്ടിയിട്ടുള്ള സമീപനമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നിരന്തരമായിട്ട് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് ഓർത്തിരിക്കുക. പഠനങ്ങൾ ഉറപ്പാക്കുന്ന തരത്തിലുള്ള പഠന സമീപനം സ്വീകരിക്കുമ്പോൾ അതിന് അനുഗുണമായ ഒരു വിലയിരുത്തൽ സമീപനവും സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ പഠനം ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു പഠന സമീപനമാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് മെച്ചമുള്ള തരത്തിലുള്ള ഒരു വിലയിരുത്തൽ സമീപനവും നമ്മൾ എന്ത് ചെയ്യണം? സ്വീകരിക്കണം എന്നുള്ളത് ആദ്യമായിട്ട് തിരിച്ചറിയാം. ആയതിനാൽ പഠന നേട്ടങ്ങൾക്കും പ്രക്രിയകൾക്കും ഊന്നൽ നൽകുന്ന വിലയിരുത്തൽ സമീപനമാണ് സ്വീകരിക്കേണ്ടത്. നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ള പഠന നേട്ടങ്ങൾക്കും അതേപോലെ തന്നെ പ്രക്രിയയ്ക്കും ഊന്നൽ നൽകുന്ന വിലയിരുത്തൽ സമീപനമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്വീകരിക്കേണ്ടത്. പഠന നേട്ടങ്ങൾക്ക് ഊന്നൽ നൽകി രൂപപ്പെടുത്തുന്ന പഠന പ്രവർത്തനങ്ങളിൽ പഠിതാവിന്റെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നു. നമ്മൾ ഒരു പഠന നേട്ടത്തില് ഊന്നൽ നൽകി രൂപപ്പെടുത്തുന്ന പഠന പ്രവർത്തനമാവുമ്പോൾ അതിൽ ആ ഒരു കുട്ടിയുടെ സജീവ പങ്കാളിത്തം എന്നും നമ്മൾ ഉറപ്പുവരുത്തും. വിമർശനാത്മക ചിന്ത, യുക്തിചിന്ത, പഠനത്തിന്റെ പ്രതിഫലനവും പ്രകടനവും, പരസ്പര ബന്ധിതമായ അറിവ് തുടങ്ങിയവ പഠന നേട്ടങ്ങൾക്ക് ഊന്നൽ നൽകിയുള്ള പഠനത്തിന്റെ സവിശേഷതകളാണ്. പരസ്പര ബന്ധിതമായ നോക്കുക, വിമർശനാത്മക ചിന്ത, യുക്തിചിന്ത, അതേപോലെ തന്നെ പഠനത്തിന്റെ പ്രതിഫലനവും പ്രകടനവും, പരസ്പര ബന്ധിതമായ അറിവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠന നേട്ടങ്ങൾക്ക് ഊന്നൽ നൽകിയിട്ടുള്ള പഠനത്തിന്റെ സവിശേഷതകളാണ് എന്നുള്ളതും കൂടെ അവിടെ തിരിച്ചറിയാം. ഇനി നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട ഒരു ഭാഗം പറയുന്നത് നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ എന്നുള്ളതാണ് അതിന്റെ ഇംഗ്ലീഷ് വാക്ക്. അപ്പൊ അതാണ് ഇവിടെ CCE എന്ന് എഴുതിയിട്ടുള്ളത്. നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ രീതിയാണ് നാം സ്വീകരിച്ചിരിക്കുന്നത്. നമ്മളെ DLED-നടക്കം നമുക്ക് ഈ ഒരു പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നിരന്തരവും
സമഗ്രവുമായിട്ടുള്ള വിലയിരുത്തൽ രീതിയാണ്. കുട്ടിയിൽ അനുസ്യൂതമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ് പഠനം. കുട്ടിയിൽ അനുസ്യൂതം കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ് പഠനം. അതുകൊണ്ട് തന്നെ ശേഷികളും ധാരണകളും എത്രത്തോളം നേടി എന്ന് പരിശോധിക്കുന്ന വിലയിരുത്തൽ പ്രക്രിയയും നിരന്തരമായിരിക്കും. ഓരോ ഘട്ടം കഴിയുമ്പോഴും നമ്മുടെ കുട്ടിയുടെ പഠനം വികസിച്ചും കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വിലയിരുത്തലും അതേപോലെ തന്നെ ഒരു ചലനാത്മകമായിട്ട് നിരന്തരം നടക്കുന്ന ഒരു പ്രക്രിയ ആയിരിക്കണം. സമഗ്രമായ വിലയിരുത്തൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കുട്ടിയുടെ വൈജ്ഞാനികവും സാമൂഹികവും വൈകാരികവുമായ മേഖലകളിലെ തുടർച്ചയായ വിലയിരുത്തലാണ്. അപ്പോൾ ഒരിക്കലും കുട്ടി പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുന്നുണ്ടോ എന്നുള്ളത് മാത്രമായിരിക്കരുത് നമ്മുടെ ഗ്രേഡ് കൊടുക്കലിന്റെ അടിസ്ഥാനം. പക്ഷേ മറിച്ച് വൈജ്ഞാനികവും സാമൂഹികവും വൈകാരികവുമായ മേഖലയിലെ തുടർച്ചയായിട്ടുള്ള വിലയിരുത്തലാണ് ഇവിടെ ഈ ഒരു നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തലില് നടക്കുന്നത് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഇനി ഗ്രേഡിംഗ് രീതിയെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തലിന് ഗ്രേഡിംഗ് രീതിയാണ് ഉപയോഗിക്കുന്നത്. 8ാം ക്ലാസ് വരെയുള്ള ഗ്രേഡിങ്ങിന് പൊതുവായി 5 പോയിന്റ് ഗ്രേഡിംഗ് ആണ് ഉപയോഗിക്കുക. 8ാം ക്ലാസ് വരെ 5 പോയിന്റ് ഗ്രേഡിന്റെ പോയിന്റും ശതമാനവും ചുവടെ ചേർക്കുന്നുണ്ട്. 75 മുതൽ 100 വരെയാണെങ്കിൽ എ ഗ്രേഡ്, 60 മുതൽ 74 വരെയാണ് ബി ഗ്രേഡ്, 45 മുതൽ 59 വരെയാണെങ്കിൽ സി ഗ്രേഡ്, 33 മുതൽ 44 വരെയാണെങ്കിൽ ഡി ഗ്രേഡ്, 33ൽ താഴെയാണെങ്കിൽ ആ കുട്ടിക്ക് ഇ ഗ്രേഡ് ആണ് ലഭിക്കുക. അപ്പോൾ ആ ഗ്രേഡ് പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക. നിരന്തര വിലയിരുത്തലിന്റെ ഭാഗമായി ഭാഷയിൽ പഠന പ്രക്രിയ വിലയിരുത്തേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഘടകങ്ങൾ ചുവടെ കൊടുത്തിട്ടുണ്ട്. ഭാഷയിൽ ഉള്ളടക്കപരമായ ആശയം ലഭിക്കുന്നു എന്നതുപോലെ പ്രധാനമാണ് വ്യവഹാര രൂപ സംബന്ധിതമായ അറിവും ഭാഷാശേഷികളുടെ വികാസവും കുട്ടിയിൽ ഉണ്ടാവുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മളെ ഭാഷയിൽ ഉള്ളടക്കപരമായിട്ടുള്ള ആശയം കുട്ടിക്ക് ലഭിക്കുന്നു എന്നതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വ്യവഹാര രൂപ സംബന്ധിയായിട്ടുള്ള അറിവും കുട്ടിയുടെ ഭാഷാശേഷിയിൽ ഉണ്ടാവുന്ന വികാസവും. അങ്ങനെയെങ്കിൽ സൂചകങ്ങൾ പരിഗണിച്ചുകൊണ്ട് എങ്ങനെയാണ് പഠന പ്രക്രിയ വിലയിരുത്തേണ്ടത് എന്നുള്ളതാണ്. അതിന് ആവശ്യമായിട്ടുള്ള സൂചകങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം പങ്കാളിത്തം. പഠന പ്രവർത്തനങ്ങൾക്ക് പഠിതാവിന്റെ താല്പര്യം, ഗ്രൂപ്പ് പ്രവർത്തനത്തിലെ പങ്കാളിത്തം, വ്യത്യസ്ത ഭാഷാ പഠന സങ്കേതങ്ങളുടെ അറിവ് നിർമ്മിച്ചെടുക്കുന്ന രീതി എന്നിവയൊക്കെ നമ്മൾ ഈ ഒരു പങ്കാളിത്തത്തിൽ പരിഗണിക്കണം. ഇനി അടുത്തതായിട്ടുള്ള ഒരു സൂചകം ആശയധാരണയാണ്. ഭാഷയിലെ ഉള്ളടക്കപരമായിട്ടുള്ള ധാരണ, വ്യവഹാര രൂപത്തിന്റെ ഘടന, ഗുണനിലവാര സൂചകങ്ങൾ, ഭാഷാപരമായ മികവ് എന്നിവയിൽ പഠിതാവ് എവിടെ നിൽക്കുന്നു എന്നതാണ് അധ്യാപിക ഈ ആശയധാരണ എന്ന ഭാഗത്ത് വിലയിരുത്തേണ്ടത്. ഇനി അടുത്തതായിട്ട് കുട്ടികളുടെ ശേഷിയാണ്. ശ്രവണം, ഭാഷണം, വായന, ലേഖനം, സർഗാത്മകത തുടങ്ങിയ ശേഷി മേഖലകളിൽ പഠിതാവിന്റെ പുരോഗതി വിലയിരുത്തി ഫീഡ്ബാക്ക് നൽകണം. ഇവിടെ വിവിധ ഭാഷാ വ്യവഹാര മേഖലകൾ, ഭാഷാ വസ്തുതകൾ, ആശയവിനിമയം എന്നിവയിൽ കുട്ടിയുടെ പ്രകടനം കൂടി പരിഗണിക്കണം. അടുത്തതായിട്ടുള്ള ഒരു സൂചകം എന്ന് പറയുന്നത് പ്രകടനം, അവതരണം. ഭാഷയിൽ പ്രകടനത്തിന് വ്യത്യസ്ത വഴികളുണ്ട്. ഒരുപാട് വഴികളിലൂടെ കുട്ടിക്ക് ആശയപ്രകടനം നടത്താൻ വേണ്ടി കഴിയും. കുട്ടിയുടെ രചനാശേഷി പോലെ തന്നെ പ്രധാനമാണ് മറ്റ് ഭാഷാ പ്രകടനങ്ങളും. അതിൽ വായന, ആലാപനം, അഭിനയം, ചിത്രം വര, ഭാഷണം, ഉച്ചാരണ ശുദ്ധി, സ്പഷ്ടത എന്നിവയൊക്കെ പരിഗണിച്ചായിരിക്കും ഇവിടെ അധ്യാപിക ഫീഡ്ബാക്ക് കുട്ടികൾക്ക് നൽകേണ്ടത്. ഇനി മെച്ചപ്പെടുത്തൽ, അതേപോലെ തന്നെ തയ്യാറാക്കൽ. പ്രവർത്തനത്തിലൂടെ കടന്നുപോയപ്പോൾ ആവശ്യമായ രേഖപ്പെടുത്തലുകൾ കുട്ടി നടത്തിയിട്ടുണ്ടോ? രേഖപ്പെടുത്തലുകൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആണോ? രേഖപ്പെടുത്തലിന് അടുക്കും ചിട്ടയും ഉണ്ടോ? വ്യക്തിഗതമായി രചന കുട്ടികൾ നടത്തിയിട്ടുണ്ടോ? ക്ലാസ് ചർച്ചയ്ക്ക് ശേഷം ഗ്രൂപ്പിൽ കുട്ടികൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ടോ? തെറ്റില്ലാതെ രചന നിർവഹിക്കാൻ കുട്ടികൾക്ക് കഴിയുന്നുണ്ടോ? എന്നിവയൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്?
ഒരു അധ്യാപിക എന്ന നിലയിൽ വിലയിരുത്തേണ്ടത് എന്നുള്ളത് ഓർത്തിരിക്കുക. സർഗാത്മകമായ കഴിവുകൾ അളക്കുമ്പോൾ തികഞ്ഞ ശ്രദ്ധ വെക്കണം. അപ്പോൾ കുട്ടിയുടെ സർഗാത്മകമായിട്ടുള്ള കഴിവ് അധ്യാപകർ പരിശോധിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ശ്രദ്ധ അധ്യാപകന്റെ ഭാഗത്ത് നിന്നുണ്ടാവണം. കുട്ടിയുടെ ഭാവനകൾ വൈവിധ്യം നിറഞ്ഞതും വിചിത്രമുള്ളവയുമായിരിക്കും. കുട്ടിയുടെ ഭാവന എപ്പോഴും വളരെ വ്യത്യസ്ത തരത്തിലുള്ളതും വിചിത്രമുള്ളവയുമായിരിക്കും. തികഞ്ഞ സഹൃദയത്വവുമായി സമീപിക്കുമ്പോഴേ കുട്ടിയുടെ വ്യാഖ്യാനവും ചിന്തയും നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ നല്ലൊരു മൂഡിൽ കുട്ടി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ ആ കുട്ടിയുടെ ചിന്തയിലേക്ക് നമ്മൾക്കും കൂടി എത്താൻ വേണ്ടിയിട്ട് കഴിയൂ. ചിത്രങ്ങളുടെയും മറ്റും പൂർണ്ണതയ്ക്ക് വേണ്ടി കുട്ടിയെ എന്ത് ചെയ്യരുത്, നമ്മൾ ഒരിക്കലും നിർബന്ധിക്കാൻ പാടില്ല. കുട്ടിയുടെ വ്യാഖ്യാനങ്ങൾ കേട്ട് പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ധാരാളം എഴുതിയ ഒരു രചനയിൽ ചിലപ്പോൾ സർഗാത്മകതയുടെ അംശം കണ്ടില്ലെന്ന് വരാം. അപ്പൊ ധാരാളം എഴുതിയിട്ടുള്ള രചനയിൽ എന്തില്ല, ചിലപ്പോൾ ഒരു സർഗാത്മകത ഉണ്ടാവില്ല. പക്ഷേ ചിലപ്പോൾ 2 വരികൾ മാത്രം കുറിച്ച ഒരു രചനയിൽ പ്രതിഭയുടെ മിന്നൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇക്കാര്യം മനസ്സിൽ വെച്ചു വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ സർഗാത്മക രചനകളെ വിലയിരുത്താൻ വേണ്ടി എന്നുള്ളതും കൂടെ അവിടെ ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് ഉള്ളത് യൂണിറ്റ് തല വിലയിരുത്തലാണ്. ഒരു യൂണിറ്റിൽ വിവിധ പഠന നേട്ടങ്ങൾക്കുള്ള പ്രവർത്തനങ്ങൾ പരസ്പര ബന്ധത്തോടെയാണ് വിന്യസിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു യൂണിറ്റ് എടുക്കുമ്പോൾ അതിൽ പഠന നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പരസ്പര ബന്ധത്തോടെ ആയിരിക്കും വിന്യസിച്ചു നിൽക്കുന്നത്. ഇതിന് ഒരു സമഗ്ര സ്വഭാവമുണ്ട്. ഒരു ആകെ എന്നുള്ള ഒരു യൂണിറ്റ് മൊത്തം പഠിച്ചു കഴിയുമ്പോൾ അതിന് സമഗ്രമായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടാവും. ഒരു യൂണിറ്റിലെ പഠിതാവിന്റെ പഠനത്തെ വിലയിരുത്തുന്നതിലൂടെ ഈ സമഗ്രതാ ബോധത്തെയാണ് വിലയിരുത്തുന്നത്. അപ്പൊ മുഴുവൻ പഠന നേട്ടങ്ങളെയും പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു കുട്ടിയുടെ വിലയിരുത്തൽ നമ്മൾ ഒരു യൂണിറ്റ് കഴിയുമ്പോൾ നടത്തുന്നത്. വാചികമായ വിലയിരുത്തല്, ക്വിസ് പ്രോഗ്രാം, ഓപ്പൺ ബുക്ക് വിലയിരുത്തല്, ചോദ്യങ്ങൾ തയ്യാറാക്കലും ഉത്തര സൂചിക കണ്ടെത്തലും, പുതിയ രചനകൾ വിലയിരുത്തല് തുടങ്ങിയവ യൂണിറ്റ് വിലയിരുത്തലിന് നമുക്ക് പരിഗണിക്കാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങൾ യൂണിറ്റ് വിലയിരുത്തലിന് നമുക്ക് പരിഗണിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാചികമായിട്ടുള്ള വിലയിരുത്തൽ നടത്താം, ക്വിസ് പ്രോഗ്രാം നടത്താം, ഓപ്പൺ ബുക്ക് വിലയിരുത്തൽ നടത്താം, ചോദ്യങ്ങൾ തയ്യാറാക്കലും ഉത്തര സൂചിക കണ്ടെത്തലും പുതിയ രചനകൾ വിലയിരുത്തൽ തുടങ്ങിയവയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, യൂണിറ്റ് വിലയിരുത്തലിന് പരിഗണിക്കാൻ വേണ്ടിയിട്ട് കഴിയും. നിശ്ചിത യൂണിറ്റിലെ പഠന നേട്ടങ്ങളുടെ കാര്യത്തിൽ കുട്ടി എവിടെ നിൽക്കുന്നു എന്ന് തിരിച്ചറിയാൻ സഹായകമായിട്ടുള്ള റേറ്റിംഗ് സ്കെയില്, അതേപോലെ തന്നെ ചെക്ക് ലിസ്റ്റ് തുടങ്ങിയവയും നമുക്ക് ഉപയോഗിക്കാം. യൂണിറ്റ് വിലയിരുത്തൽ പഠന പ്രവർത്തനത്തോടൊപ്പം സ്വാഭാവികമായിട്ട് നടക്കേണ്ട ഒന്നാണ് എന്നുള്ളതും കൂടെ അവിടെ നമ്മൾ ഓർത്തു വെക്കുക. ഇനി ചോദ്യ നിർമ്മാണത്തിന്റെ മാർഗനിർദ്ദേശങ്ങളാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഓരോ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് നിർദ്ദിഷ്ട പഠന നേട്ടങ്ങൾ എത്രമാത്രം നേടാൻ സാധിച്ചു എന്നുള്ള വിലയിരുത്തലിനായിട്ടുള്ള ചോദ്യങ്ങളാണ് പരിഗണിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഒരു പരീക്ഷ നടത്തുമ്പോൾ അതിൽ ചോദ്യം തയ്യാറാക്കുമ്പോൾ ഓരോ പാഠഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിർദ്ദിഷ്ട പഠന നേട്ടങ്ങൾ കുട്ടിക്ക് എത്രമാത്രം നേടാൻ സാധിച്ചു എന്ന് വിലയിരുത്താനുള്ള ചോദ്യങ്ങളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉണ്ടാക്കേണ്ടത്. പാഠപുസ്തകത്തിലെ അറിവും അനുഭവവും ബന്ധപ്പെടുത്തിയാവണം നമ്മൾ ചോദ്യങ്ങൾ തയ്യാറാക്കാൻ. ആ ഒരു പാഠപുസ്തകത്തില് കുട്ടിക്ക് ലഭിക്കുന്ന അറിവും കുട്ടിക്ക് ലഭിക്കുന്ന അനുഭവങ്ങളും രേഖപ്പെടുത്തിയിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ഈ ഒരു ചോദ്യ പേപ്പർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഭാഷാ വസ്തുതകൾക്കും ഭാഷാശേഷികൾക്കും വ്യവഹാര രൂപത്തിനും ഉള്ളടക്കത്തിനും രചനാ വൈഭവത്തിനും പ്രാധാന്യം നൽകേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഒരു പരീക്ഷ നടത്തുമ്പോൾ അതിന് ഭാഷാ വസ്തുതകൾക്കും അതേപോലെ തന്നെ നമ്മുടെ ഭാഷാശേഷികൾക്കും വ്യവഹാര രൂപങ്ങൾക്കും ഉള്ളടക്കത്തിനും രചനാ വൈഭവത്തിനും പ്രാധാന്യം നൽകേണ്ടതുണ്ട്.
ഒരു ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിന് ഒരു ഡിസൈന് ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കണം. ഒരു ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിന് മുമ്പ് ആ ചോദ്യപേപ്പർ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള ഒരു ഡിസൈൻ അല്ലെങ്കിൽ രൂപരേഖ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ തയ്യാറാക്കണം. അതിൽ പഠന നേട്ടങ്ങൾക്കുള്ള വെയിറ്റേജ് ഉണ്ടാവണം, ഉള്ളടക്കത്തിന്റെ വെയിറ്റേജ് ഉണ്ടാവണം, വിവിധ തരം ചോദ്യങ്ങൾക്കുള്ള വെയിറ്റേജ് ഉണ്ടാവണം, വിവിധ ചിന്താശേഷികൾക്കുള്ള വെയിറ്റേജ് ഉണ്ടാവണം. ഇതൊക്കെ വ്യക്തമായി എഴുതി തയ്യാറാക്കിയതിന് ശേഷമേ നമ്മൾ ചോദ്യനിർമ്മാണത്തിലേക്ക് കടക്കാവൂ എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ചോദ്യപേപ്പറിൽ വസ്തുനിഷ്ഠ ചോദ്യങ്ങളും വിശദമായി ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളും ഉണ്ടാവണം. അപ്പൊ ചോദ്യത്തില് വസ്തുനിഷ്ഠ വൺ വേർഡ് ചോദ്യങ്ങൾ ഉണ്ടാവണം, അതേപോലെ കുട്ടിക്ക് വിശദമായിട്ട് ഉത്തരം എഴുതാൻ പറ്റിയ ചോദ്യങ്ങളും ഉണ്ടാവണം. 1 പോയിന്റുള്ള 2 വസ്തുനിഷ്ഠ ചോദ്യങ്ങളും 3 പോയിന്റുള്ള വിശദമായി ഉത്തരം എഴുതേണ്ട ഒരു ചോദ്യവും ചേർന്ന കോമ്പിനേഷൻ ആണ് ഇപ്പോൾ നൽകി വരുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. വിവിധ ചിന്താശേഷികൾ പരിഗണിക്കുമ്പോൾ ആശയ സ്വാംശീകരണ ചിന്താശേഷിക്ക് 60%, ആശയപ്രയോഗവുമായി ബന്ധപ്പെട്ട ചിന്താശേഷിക്ക് 40% വെയിറ്റേജ് ആണ് നൽകുക. അപ്പൊ നമ്മൾ ചിന്താശേഷികൾ പരിഗണിക്കുമ്പോൾ കുട്ടി ആശയ സ്വാംശീകരണ ചിന്താശേഷിക്ക് 60%, ആശയപ്രയോഗവുമായി ബന്ധപ്പെട്ട ചിന്താശേഷിക്ക് 40% വെയിറ്റേജ് ആണ് നൽകാറുള്ളത്. വസ്തുനിഷ്ഠ മാതൃകാ ചോദ്യങ്ങൾക്ക് എപ്പോഴും 15 മുതൽ 20% വരെയാണ് വെയിറ്റേജ് നൽകി വരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. എല്ലാ പഠിതാക്കളുടെയും വ്യത്യസ്ത തലത്തിൽ എത്തി നിൽക്കുന്ന പഠന നേട്ടങ്ങൾ അറിയിക്കുന്നതിന് ഗുണനിലവാര സൂചനകൾ താഴെ പറയുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു ഗ്രേഡിംഗ് സിസ്റ്റം എന്നുള്ളത് ഈ പറയുന്ന പോലെ ഉപയോഗപ്പെടുത്താം. അതിനായി ഓരോ ചോദ്യത്തിനും ABCDE എന്ന സൂചകങ്ങൾ നൽകിക്കൊണ്ട് ഗുണനിലവാര മികവ് നമുക്ക് രേഖപ്പെടുത്താം. സൂചകം A ഉന്നത നിലവാരം, അതിന് 5 പോയിന്റ്. സൂചകം B മികച്ച നിലവാരം, അതിന് 4 പോയിന്റ്. സൂചകം C ശരാശരിക്ക് മുകളിൽ 3 പോയിന്റ്. D ശരാശരി നിലവാരം 2 പോയിന്റ്. E ശരാശരിയിൽ താഴെ 1 പോയിന്റ്. ഗുണനിലവാര സൂചകം അടിസ്ഥാനപ്പെടുത്തി ഓരോ ക്ലസ്റ്റർ ചോദ്യത്തിനും 5, 4, 3, 2, 1 എന്ന രീതിയിൽ നമ്മൾ പോയിന്റ് കണക്കാക്കണം. എന്നിട്ട് ABCDE എന്ന സൂചകങ്ങൾ നൽകി എല്ലാ ചോദ്യത്തിനും കൂടെ ലഭിക്കുന്ന ആകെ പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ചുവടെ കൊടുത്തിരിക്കുന്ന 5 പോയിന്റ് ശതമാന പട്ടിക ഉപയോഗിച്ച് ഓരോ വിഷയത്തിനും TE ഓവറോൾ ഗ്രേഡ് കണക്കാക്കണം. അപ്പൊ അങ്ങനെ ഓവറോൾ കണക്കാക്കുമ്പോൾ 75 മുകളിൽ കിട്ടിയാക്ക് A ഗ്രേഡും, 60 മുകളിൽ കിട്ടിയാക്ക് B ഗ്രേഡും, 45 മുകളിൽ കിട്ടിയാക്ക് C ഗ്രേഡും, 33 മുകളിൽ കിട്ടിയാക്ക് D ഗ്രേഡും, 33 താഴെയാണെങ്കിൽ E ഗ്രേഡും കിട്ടും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇനി യൂണിറ്റ് പഠന നേട്ടങ്ങൾ എന്നിവയ്ക്കായിട്ടുള്ള വെയിറ്റേജ് ഇങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുക. യൂണിറ്റിന്റെ എഴുതും, പഠന നേട്ടം എത്ര ഉണ്ട് എന്ന് എഴുതും, ഗ്രേഡ് പോയിന്റ്, ആ ഗ്രേഡ് പോയിന്റിന്റെ പെർസെൻറ്റേജ്. ഇനി ചിന്താശേഷിക്ക് ഈ ഒരു ആശയം ധാരണ നേടലിന് ഇത്ര ഗ്രേഡ് പോയിന്റ്, അത് 60% ആയിരിക്കണം. ഇനി ആശയപ്രയോഗത്തിന് എന്ന് പറയുന്നത് 40%, അതിന് ഇത്ര ഗ്രേഡ് പോയിന്റും കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിവിധ ചോദ്യ മാതൃകകൾക്കുള്ള വെയിറ്റേജ്, അത് വസ്തുനിഷ്ഠ മാതൃക, അതിന് 15 മുതൽ 20% വരെ ആയിരിക്കണം വെയിറ്റേജ്. വിശദമായ ഉത്തരം എഴുതേണ്ട മാതൃക എന്നുള്ളത് 80 മുതൽ 85% വരെ ആയിരിക്കണം അതിന്റെ വെയിറ്റേജ്. ഇനി പ്രതിഫലനാത്മക ചിന്താക്കുറിപ്പുകളാണ് അടുത്ത ഭാഗം. പഠന നേട്ടങ്ങൾ എല്ലാ കുട്ടികളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പഠന പ്രവർത്തനങ്ങൾ നൽകുമ്പോൾ അധ്യാപകർ ചില കാര്യങ്ങൾ മനസ്സിൽ വെക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മള് ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ പഠന നേട്ടങ്ങൾ എല്ലാ കുട്ടികളിലും എത്തിക്കുക എന്നുള്ളതാണ്. ഈ ലക്ഷ്യത്തോടെ നമ്മൾ പ്രവർത്തനങ്ങൾ നൽകുമ്പോൾ അധ്യാപിക ചില കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ടതുണ്ട്. ഓരോ പഠന നേട്ടത്തിനും അത് ലക്ഷ്യം വെക്കുന്ന ഗുണതാ നിലവാരത്തിന്റെ സൂചകങ്ങൾ വിശകലനം ചെയ്യണം. അപ്പോൾ ഓരോ പഠന നേട്ടത്തിനും ആ ഒരു പഠന നേട്ടം ലക്ഷ്യം വെക്കുന്ന ഗുണതാ നിലവാരത്തിന്റെ സൂചനകൾ നമുക്ക് വിശകലനം ചെയ്യാൻ വേണ്ടി കഴിയണം. ആശയപരമായ ഗുണതാ സൂചകങ്ങളും പ്രക്രിയാപരമായ ഗുണതാ സൂചകങ്ങളും തിരിച്ചറിഞ്ഞ് നമ്മൾ രേഖപ്പെടുത്തണം. ആശയപരമായ ഗുണതാ സൂചകങ്ങളും പ്രക്രിയാപരമായ ഗുണതാ സൂചകങ്ങളും നമുക്ക് തിരിച്ചറിഞ്ഞ് രേഖപ്പെടുത്താൻ കഴിയണം.
ഇതുവെച്ചു വേണം വിലയിരുത്തൽ നടത്താൻ. പഠന പ്രക്രിയയുടെ മുന്നോട്ടു പോക്കിൽ പ്രവർത്തനങ്ങളുടെ ഫലപ്രാപ്തിയെക്കുറിച്ചും കുട്ടികളുടെ പ്രകടനങ്ങളെക്കുറിച്ചും ചിലപ്പോൾ അധ്യാപികയ്ക്ക് വളരെ വ്യത്യസ്തമായ അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു പഠന പ്രക്രിയയുടെ മുന്നോട്ടു പോക്കില് പ്രവർത്തനങ്ങളുടെ ഫലപ്രാപ്തിയെക്കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ പ്രകടനത്തെക്കുറിച്ചും അധ്യാപികയ്ക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടാവും. അത് ചിലപ്പോൾ പ്രവർത്തനത്തിൽ പങ്കെടുത്ത കുട്ടികളുടെ മികവുകളുടെ സൂചനകളായിട്ട് നമുക്ക് കരുതാം. അല്ലെങ്കിൽ താൻ നൽകിയ പ്രവർത്തനത്തിന്റെ മികവോ പോരായ്മയോ ആയിട്ട് നമുക്കിത് കരുതാം. മറ്റ് അധ്യാപകരുടെ മുന്നിൽ SRGയിൽ തന്റെ അനുഭവം എന്ന നിലയിൽ അവതരിപ്പിക്കുമ്പോൾ മികവാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിയും. ഇനി പോരായ്മയാണെങ്കിൽ അത് മറ്റ് അധ്യാപകരുടെ കൂടെ സഹായത്തോടെ പുതിയ പ്രവർത്തന രീതി രൂപപ്പെടുത്താൻ കൂടി കഴിയും. അടുത്തതായിട്ട് ഉള്ള ഭാഗം എന്ന് പറയുന്നത് വിദ്യാലയ അനുഭവ പരിപാടിയുടെ മുന്നൊരുക്കമാണ്. ആ ഒരു മുന്നൊരുക്കത്തിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ വിശകലനാത്മക വിലയിരുത്തൽ, വിദഗ്ധരുടെ ക്ലാസ്, ടീച്ചർ എഡ്യൂക്കേറ്റർമാരുടെ ക്ലാസ്, സഹപഠിതാവിന്റെ ക്ലാസ് എന്നീ കാര്യങ്ങളാണ്. നമ്മളൊരു വിദ്യാലയ അനുഭവ പരിപാടിക്ക് മുമ്പ് പോകുമ്പോൾ വിശകലനാത്മകമായിട്ടുള്ള വിലയിരുത്തൽ നടത്തണം. വിദഗ്ധരുടെ ക്ലാസ്സുകൾ നമ്മൾ കാണണം. ടീച്ചർ എഡ്യൂക്കേറ്റർമാരുടെ ക്ലാസ്സുകൾ കാണണം. സഹപഠിതാവിന്റെ ക്ലാസ്സുകൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം? കാണണം. വിദ്യാലയ അനുഭവ പരിപാടിയുടെ തയ്യാറെടുപ്പ് വേളയിൽ ടീച്ചർ എഡ്യൂക്കേറ്റർ, വിദഗ്ധർ, സഹപഠിതാവ് എന്നിങ്ങനെ 3 വിശകലന ക്ലാസ് ഓരോ കുട്ടിയും കാണുകയും ക്ലാസ് വിശകലന രേഖ ഉപയോഗിച്ച് വിലയിരുത്തപ്പെടുകയും വേണം. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സുകൾ കാണുക മാത്രമല്ല, ഈ ക്ലാസ്സുകൾ എന്തു വേണം? ഈ ക്ലാസ്സുകൾ നമ്മൾ വിശകലന രേഖ ഉപയോഗിച്ച് വിലയിരുത്തുക കൂടി വേണം. ഓരോ ഘട്ടത്തിലും അധ്യാപിക നടത്തുന്ന പ്രവർത്തനങ്ങൾ സൂക്ഷ്മ വിശകലനം ചെയ്ത് കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനം നമ്മൾ നടത്തുന്നത്. ഈ ക്ലാസ്സുകളുടെ TM അധ്യാപക വിദ്യാർത്ഥി തയ്യാറാക്കണം. അപ്പൊ ഈ ക്ലാസ്സുകളുടെ TM സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? അധ്യാപക വിദ്യാർത്ഥി ഒന്ന് തയ്യാറാക്കി നോക്കണം. ടീച്ചർ, എഡ്യൂക്കേറ്റർ, വിദഗ്ധ അധ്യാപകന്റെ ക്ലാസ് എന്നിവ വിശകലനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ബോധനശാസ്ത്രപരമായ അപഗ്രഥനവും യൂണിറ്റ് ആസൂത്രണ മാതൃകയും പരിഗണിച്ച് ഓരോ അധ്യാപക വിദ്യാർത്ഥിയും പാഠാസൂത്രണം നടത്തുകയും ലാബ് സ്കൂളിൽ ക്ലാസ് എടുക്കുകയും വേണം. സഹപഠിതാക്കൾ എന്ത് ചെയ്യണം? ക്ലാസ് വിശകലന രേഖ ഉപയോഗിച്ച് ഇവ വിലയിരുത്തി പോരായ്മകളും ബദൽ നിർദ്ദേശങ്ങളും വെക്കുക കൂടി ചെയ്യും. വിദ്യാലയത്തിൽ അധ്യാപക വിദ്യാർത്ഥി എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തണം, ഈ പ്രവർത്തനങ്ങൾ നടത്താനുള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെ എന്നുള്ളതും കൂടെ അവിടെ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ DLEDന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. നമുക്ക് അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഭാഷാ ക്ലാസ്സിലെ പഠനോപകരണങ്ങൾ അല്ലെങ്കിൽ എന്താണ് TLM, ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് ആണ്. അത് ഭാഷാ ക്ലാസ്സിൽ എങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഭാഷാ ക്ലാസ്സിൽ എന്തൊക്കെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. നോക്കാം. മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള പാഠപുസ്തകങ്ങൾക്ക് പകരം പലതരം ജൈവ പാഠങ്ങൾക്കാണ് ഭാഷാ സമഗ്രത ദർശനത്തിൽ ഊന്നൽ നൽകുന്നത്. അപ്പോൾ മുൻകൂട്ടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ള ഒരു പാഠപുസ്തകത്തിന് പകരമായിട്ട് ജൈവ പാഠങ്ങൾക്കാണ് ഭാഷാ സമഗ്രതാ ദർശനത്തിൽ ഊന്നൽ നൽകാറുള്ളത്. വ്യവഹാര രൂപങ്ങളായിട്ടാണ് ഭാഷ എന്നും നിലനിൽക്കുന്നത് എന്ന ആശയം അത് മുന്നോട്ട് വയ്ക്കുന്നു. കുട്ടിയും പഠന സാമഗ്രിയും തമ്മിലുള്ള ഇടപഴകൽ വഴി കുട്ടിക്ക് പുതിയ അറിവുകൾ നിർമ്മിച്ചെടുക്കാനും നോട്ടീസും പോസ്റ്ററും പുസ്തകങ്ങളും ചിത്രവും വിവിധ മാസികകളും ദിനപത്രങ്ങളും ഭാഷാ ക്ലാസ്സിലെ പഠന സാമഗ്രിയായിട്ടും മാറുന്നു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കുട്ടിയിൽ മലയാള ഭാഷാ വികസനത്തിന് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഭാഷാ ക്ലാസ്സിലെ പഠനോപകരണമായിട്ട് മാറുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ICT സാധ്യത പ്രയോജനപ്പെടുത്തൽ.
അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പൊതുവിദ്യാലയങ്ങളാണ് നാം ലക്ഷ്യം വയ്ക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിയാലേ ലക്ഷ്യം കൈവരിക്കാനാവൂ. അതനുസരിച്ച് വിദ്യാലയങ്ങളിലെല്ലാം ഹൈടെക് സാങ്കേതിക വിദ്യയിലൂന്നിയ ഉപകരണങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്കൂളുകളിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഹൈടെക് വിദ്യാലയങ്ങൾ ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കഴിയും. പ്രൈമറി ക്ലാസ്സുകളിലും ഇത്തരം ഉപകരണങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ വിദഗ്ധരുടെ സഹായത്തോടെ സ്വയം ചെയ്ത് ഓരോ അധ്യാപകനും പരിശീലിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. സമഗ്ര പോർട്ടലിൽ പ്രവേശിച്ച് ടീച്ചിങ് മാനുവൽ പരിശോധിക്കാനും വിഭവങ്ങൾ കണ്ടെത്താനും പരിശീലനം നേടുക. നമ്മുടെ സമഗ്ര എന്നുള്ളത് നമ്മളെ അധ്യാപകരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടലാണ്. ഈ ഒരു പോർട്ടലിൽ കയറിയിട്ട് നമുക്ക് ടീച്ചിങ് മാനുവൽ പരിശോധിക്കാനും വിഭവങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടും നമ്മൾ പരിശീലിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പ്രസന്റേഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശീലിക്കേണ്ടതുണ്ട്. പഠന സഹായ വീഡിയോകൾ ഡൗൺലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ കൂടി നമ്മൾ പരിശീലിക്കേണ്ടതുണ്ട് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപക വിദ്യാർത്ഥി എന്ന നിലയിൽ. ദിനാചരണങ്ങളും ഭാഷാർജനവും. ദിനാചരണങ്ങളുടെ ഭാഗമായി ഭാഷാ വികാസത്തിനുള്ള നിരവധി പ്രവർത്തനങ്ങൾ വിദ്യാലയത്തിൽ നടന്നു വരുന്നു. നമുക്കറിയാം, ഒരു ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് ഭാഷാ വികാസത്തിനുള്ള നിരവധി പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വിദ്യാലയങ്ങളിൽ നടന്നു വരുന്നുണ്ട്. എല്ലാ ദിനാചരണങ്ങളെയും ഭാഷാ പ്രവർത്തനങ്ങളാക്കിയിട്ട് നമുക്ക് മാറ്റാം. വൈവിധ്യമുള്ള പ്രവർത്തനങ്ങളാവണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നടത്തേണ്ടത്. ഒരു ദിനാചരണത്തിന്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പൊ ഇവിടെ ജൂൺ 19 വായനാ ദിനത്തിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ നോക്കുന്നത്. വായനാ വാരം വായനാ സംസ്കാരം വളർത്തുന്നതിനുള്ള വർഷാദ്യ ഇടപെടലായി കാണണം. അപ്പൊ നമ്മുടെ ഈ ഒരു വായനാ വാരം എന്നുള്ളത് നമ്മൾ കുട്ടികളിൽ വായനാ സംസ്കാരം വളർത്തുന്നതിനുള്ള ഒരു വർഷത്തിലെ ആദ്യത്തെ പ്രവർത്തനമായിട്ട് കാണണം. എല്ലാ കുട്ടികളെയും മികച്ച വായനക്കാരാക്കുക എന്നതായിരിക്കണം ഈ ഒരു വായനാ ദിനത്തിന്റെ ലക്ഷ്യം എന്നുള്ളത്. ചില പ്രവർത്തന സാധ്യതകളാണ് നമ്മൾ ചുവടെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിനു പുറമേയുള്ള പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്യാം. ഓരോ ക്ലാസ്സിനും ഒരു പ്രവർത്തന പദ്ധതി വേണം. LP UP നിലവാരം പരിഗണിച്ച് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രയോജനപ്പെടുത്തണം. ഇനി ഈ ഒരു ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. വിദ്യാലയവുമായി ബന്ധപ്പെട്ട എല്ലാവരിലും വായനാശീലം വളർത്തുക എന്നുള്ളത് ലക്ഷ്യമാണ്. ക്ലാസ് വായനക്കൂട്ടം, അമ്മമാരുടെ വായനാവേദി എന്നിവ രൂപീകരിക്കുക. വായനയുടെ വിവിധ തലങ്ങൾ പരിചയപ്പെടുക. വായനാനുഭവങ്ങൾ പങ്കിടുന്നതിനുള്ള വിവിധ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുക. ആസ്വാദികരമായ വായനയിൽ വൈദഗ്ധ്യം നേടുക. മലയാളത്തിലെ വിവിധ സാഹിത്യ ശാഖകളെ പരിചയപ്പെടുക. ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട് വായനയുടെ സാധ്യത കണ്ടെത്തുക. പ്രൈമറി തലത്തിലെ കുട്ടികൾക്ക് ആവശ്യമായ വായനാ സാമഗ്രികൾ കണ്ടെത്തുക. വായനാ സാമഗ്രികൾ വികസിപ്പിക്കുക. ക്ലാസ് ലൈബ്രറിയുടെ പ്രായോഗികത പരിശോധിക്കുക. ഇൻലാൻഡ് മാഗസിൻ, ചുമർ മാഗസിൻ എന്നിവയെ വായന പരിപോഷിപ്പിക്കുന്നതായി പ്രയോജനപ്പെടുത്തുക. വായന വിലയിരുത്തുന്നതിനുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കുക. സ്കൂൾ തലത്തിൽ നടക്കുന്ന വായനാ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തന പദ്ധതി രൂപപ്പെടുത്തുക എന്നിവയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു വിവിധങ്ങളായിട്ടുള്ള ഒരു വായനാ വാരമൊക്കെ ആചരിക്കുമ്പോൾ നമ്മൾ മുന്നിൽ കാണുന്ന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിനായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു കരടാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ക്ലാസ് പ്രതിനിധികളുടെ യോഗം പറയുന്നുണ്ട്. ഒരു ക്ലാസ്സിൽ നിന്നും 2 പ്രതിനിധികൾ യോഗത്തിൽ വെച്ച് വായനോത്സവ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത് വിശദാംശങ്ങൾ തീരുമാനിക്കണം. വായനാ മോണിറ്ററിംഗ് സംഘവും ഇവരായിരിക്കണം. ഇനി ക്ലാസ് വായനാക്കൂട്ടം രൂപീകരിക്കലാണ് അടുത്ത ഒരു പ്രവർത്തനം. 5 പേരടങ്ങുന്ന ഗ്രൂപ്പ് ഒരാഴ്ച എത്ര പുസ്തകം വായിക്കാനാവും, വായനാക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കും എന്നിവ ചർച്ച ചെയ്യും. ഒരു മാസത്തെ ലക്ഷ്യം തീരുമാനിക്കും. വായനാനുഭവങ്ങൾ ഓരോ ഗ്രൂപ്പിലെയും ഓരോ പ്രതിനിധി പൊതുവായി പങ്കിടും. പ്രതികരണങ്ങൾ, പ്രോത്സാഹനം, ഇത് പുസ്തക പരിചയപ്പെടുത്തൽ കൂടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. വായനോത്സവത്തിന്റെ ഉദ്ഘാടനം യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഒരു പുതിയ പുസ്തകം വായിച്ച അനുഭവം കൂടി പങ്കിടണം. വായനാക്കുറിപ്പിന്റെ പ്രകാശനം കൂടി ഉണ്ടാവും. അധ്യാപകരുടെ പുസ്തകം പരിചയപ്പെടുത്തല്, വായനാ വാര സന്ദേശം നൽകല്, വായനോത്സവ പ്രവർത്തന പദ്ധതിയുടെ അവതരണം,
അമ്മമാർ അമ്മമാർക്ക് പുസ്തകം നൽകി അമ്മ വായനാവേദി രൂപീകരിക്കൽ, വായിച്ച കൃതികളുടെ രംഗാവിഷ്കാരം തുടങ്ങിയ വിവിധ പരിപാടികൾ നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് പുസ്തക ചർച്ചയാണ്. മാസത്തിൽ ഒന്നു വീതം അവസാന വാരം തിങ്കളാഴ്ചയാണ് പുസ്തക ചർച്ച നടക്കുക. എല്ലാവർക്കും അവസരം ഇതിനു വേണ്ടിയിട്ട് ലഭിക്കണം. വായിച്ച പുസ്തകം ഇഷ്ടപ്പെടാനുള്ള കാരണം, അതിന്റെ സന്ദേശം, കഥാപാത്ര നിരൂപണം, പ്രധാന ആശയങ്ങൾ, അതെങ്ങനെ എന്നെ സ്വാധീനിച്ചു, വായിച്ചപ്പോഴുണ്ടായ തോന്നലുകൾ തുടങ്ങിയവ അവതരിപ്പിക്കാം. നിർദ്ദിഷ്ട പുസ്തകം ആ മാസം വായിച്ചവരെല്ലാവരും ചർച്ച നയിക്കാനുണ്ടാവണം. അധ്യാപികയും ആ പുസ്തകം വായിച്ചിരിക്കണം. ചർച്ചയിൽ പങ്കെടുത്ത് കുട്ടികൾ കാണാത്ത തലമുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ കൂടി എന്ത് ചെയ്യണം? അധ്യാപകൻ എന്ന നിലയിലാവണം. ഇനി അടുത്തത് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും വായനയുമാണ്. ആനുകാലികങ്ങളിൽ വരുന്ന രചനകൾ വായിച്ചു വിലയിരുത്തൽ നടത്താൻ കുട്ടികൾക്ക് കഴിയണം. പ്രതികരണങ്ങൾ ബുള്ളറ്റ് ബോർഡിൽ പ്രദർശിപ്പിക്കണം. വായനാവാര പ്രവർത്തനം എന്ത് ചെയ്യണം? തുടരണം. ഇനി അടുത്തതായിട്ട് വായനയും ആവിഷ്കാരവുമാണ്. വായിച്ച പുസ്തകങ്ങളെ ആധാരമാക്കിയിട്ടുള്ള നാടകം, കഥാപ്രസംഗം, മറ്റ് രംഗാവിഷ്കാരം, ചിത്രീകരണം, ഇൻലാൻഡ് മാഗസിൻ, പതിപ്പ് തുടങ്ങിയവയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. ഇനി രചയിതാക്കളെ പരിചയപ്പെടൽ. അസംബ്ലിയിൽ ഒരു ഇനമായിട്ട് ഇത് നമുക്ക് നടത്താൻ പറ്റും. കൃതികള്, സംഭാവന, സവിശേഷത ഇവയൊക്കെ എന്ത് ചെയ്യണം? ഇവിടെ പരിചയപ്പെടുത്തണം. രചയിതാവിന്റെ ചിത്രം പ്രദർശിപ്പിക്കണം. ഈ ചിത്രം പിന്നീട് ചിത്ര ഗാലറിയിലേക്ക് മാറ്റാവുന്നതാണ്. എല്ലാവരുടെയും പങ്കാളിത്തം, പരിചയപ്പെടുത്തൽ കുറിപ്പുകൾ ക്രോഡീകരിച്ച് ലഘുപുസ്തകവും തയ്യാറാക്കണം. ഞങ്ങൾക്കിഷ്ടപ്പെട്ട എഴുത്തുകാർ എന്നുള്ള രീതിയിൽ അത് തയ്യാറാക്കാം. അവതാരകർ രചയിതാവിന്റെ ഒരു രചനയെങ്കിലും വായിച്ചിട്ടുണ്ടാവണം. പവർ പോയിന്റ് അവതരണം, രചയിതാക്കളുടെ ജനന മരണ ദിനാചരണങ്ങളുമായി ബന്ധപ്പെടുത്തി, അതിപ്പോ ജൂലൈയില് ബഷീറിന്റെ ആവാം, ഓഗസ്റ്റില് SK പൊറ്റക്കാടിന്റെ ആവാം, അങ്ങനെ നമുക്ക് സെപ്റ്റംബറിലൊക്കെ കൊണ്ടുപോവാം. പിന്നെ സാഹിത്യ സാംസ്കാരിക ഗാലറി തയ്യാറാക്കലാണ് അടുത്ത ഒരു കാര്യം. അതിനുശേഷം ആസ്വാദ്യകരമായ വായന, അത് സ്വയം പരിശീലിക്കലാവാം, അവതരണമാവാം, പരസ്പര വിലയിരുത്തലാവാം. അത് സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് കഴിയും. വായനാ സാമഗ്രികൾ വികസിപ്പിക്കലാണ് വേറൊന്ന്. 1-2 ക്ലാസ്സുകൾക്ക് വേണ്ടി വായനാ സാമഗ്രികൾ ശേഖരിക്കൽ. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പ്രാദേശിക എഴുത്തുകാരുടെയും അധ്യാപകരുടെയും പങ്കാളിത്തമുള്ള രചനാ ശില്പശാല സംഘടിപ്പിക്കൽ. രചനകൾ സ്പൈറൽ ബൈൻഡ് ചെയ്ത് കുട്ടികളുടെ വായനാ സാമഗ്രിയായി ഉപയോഗിക്കൽ. വായനാ പുരോഗതി വിലയിരുത്തൽ. പ്രദർശന ബോർഡ്, പരസ്പര വിലയിരുത്തൽ, വായനാ ക്വിസ്, വായനാ കുറിപ്പ്, ആസ്വാദന കുറിപ്പ് ഇവയുടെ ഗ്രേഡ് ഉയർത്താനുള്ള പരിപാടികൾ. പിന്നെ വായനയുടെ തലങ്ങൾ പരിചയപ്പെടുത്തല്, വിമർശനാത്മക വായന പരിചയപ്പെടുത്തുന്നതിന് ശേഷമുള്ള കുറിപ്പുകളുടെ നിലവാരം, വായന ഫീഡ്ബാക്ക് നൽകലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി മറ്റ് ദിനാചരണങ്ങളും വായനയും എന്നുള്ളതാണ്. ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട് വായന പ്രോത്സാഹിപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ് ക്വിസ്, കുറിപ്പ്, അവതരണങ്ങൾ തുടങ്ങിയവ. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം പത്രവായനയാണ്. പത്രവായനയുടെ ലക്ഷ്യം നമുക്കൊന്ന് നോക്കാം. ഓരോ ദിവസവും വൈവിധ്യമുള്ള രീതിയിൽ പത്രവായന വിദ്യാലയത്തിൽ നടത്തുന്നതിനുള്ള മാതൃകകൾ വികസിപ്പിക്കുക. മാധ്യമ വിശകലനം, വാർത്തയോടുള്ള പ്രതികരണം അവതരിപ്പിക്കൽ എന്നിവയ്ക്ക് അവസരമൊരുക്കാവുന്നതാണ്. വാർത്തകൾ തിരഞ്ഞെടുത്തതിന്റെ ഔചിത്യം, വൈവിധ്യം, പ്രസക്തി, അവതരണ രീതി, ആശയവിനിമയക്ഷമത എന്നിവ പരിഗണിച്ച് നമ്മൾ പത്രവാർത്താ അവതരണം വിലയിരുത്തി പ്രോത്സാഹിപ്പിക്കണം. അസംബ്ലിയിൽ പത്ര ക്വിസ് നടത്താം. ആഴ്ചയിൽ ഒരിക്കൽ ക്ലാസ് പത്രപ്രകാശനവും നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് കഴിയണം. അടുത്തതായിട്ട് ക്ലാസ് ലൈബ്രറി രൂപകൽപ്പന ചെയ്യലാണ്. വൈവിധ്യമുള്ള രീതികൾ പരിശോധിക്കുക, മാതൃകകൾ വികസിപ്പിക്കുക. അത് തുറന്ന ലൈബ്രറി തുടങ്ങിയതൊക്കെ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി ലൈബ്രറി സജീവമാക്കാനാണ്. പുസ്തക വിതരണ രജിസ്റ്റർ, കുട്ടി ലൈബ്രറിയന്മാർ, ക്ലാസ് തലത്തിൽ വായനാ പുരോഗതി മോണിറ്റർ ചെയ്യൽ, പുസ്തക പ്രദർശനം, കാറ്റലോഗ് നിർമ്മാണം, പുസ്തകം നിലവാരമനുസരിച്ചും വിഭാഗം പരിഗണിച്ചും തരംതിരിക്കലൊക്കെ ലൈബ്രറി സജീവമാക്കാൻ പറ്റിയിട്ടുള്ള പരിപാടികളാണ്. ഈ വായന അതിന്റെ സാധ്യത കണ്ടെത്തലാണ്. വിക്കിപീഡിയ, വിക്കി ഗ്രന്ഥശാല പരിചയപ്പെടുത്തൽ,
നെറ്റിൽ നിന്നും വിവരം ശേഖരിക്കാനുള്ള നൈപുണ്യം വികസിപ്പിക്കൽ, വായനാകൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ബ്ലോഗുകൾ ആരംഭിക്കൽ, ഈ പേപ്പറുകൾ പരിചയപ്പെടലൊക്കെ ഈ വായനയുടെ സാധ്യതകളാണ്. വായനയിൽ പിന്നോക്കം നിൽക്കുന്നവരെ മുഖ്യധാരയിൽ എത്തിക്കലും സഹവർത്തിത വായനയുടെ സാധ്യത പ്രയോജനപ്പെടുത്തലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇനി അമ്മമാരുടെ വായനാവേദി രൂപീകരിക്കൽ. ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി പോവാന്നുള്ളതുള്ളൂ. ക്ലാസ് PTA തീരുമാനമെടുക്കണം. അത് വായനാനുഭവങ്ങൾ പങ്കിടാൻ വേണ്ടിയിട്ട് അവർക്ക് അവസരം കൊടുക്കണം. മാസത്തിലൊരിക്കൽ അസംബ്ലിയിൽ അവരിലൊരാൾ പുസ്തകം പരിചയപ്പെടുത്തുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. ഇനി വായനാക്കുറിപ്പുകളുടെ പതിപ്പ് നിർമ്മാണമാണ് വായനാവാര പ്രവർത്തനം. മികച്ച കുറിപ്പുകൾക്ക് സമ്മാനം നമുക്ക് നൽകാൻ വേണ്ടിയിട്ട് കഴിയും. ജൂൺ 19 വായനാ ദിനത്തിൽ തുടങ്ങി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വായനാ പോഷണ പരിപാടിയുടെ പ്രവർത്തന സൂചനയാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. വിദ്യാലയത്തിന്റെ അക്കാദമിക മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്താവുന്ന പ്രവർത്തന സൂചകങ്ങളാണിവ. വായന പ്രാധാന്യത്തോടെ നടപ്പാക്കേണ്ട പ്രവർത്തനമാണ്. ഇതിൽ വിദ്യാലയത്തിന് അനുയോജ്യമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരുത്താൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ള കാര്യം കൂടി അവിടെ ഓർത്തിരിക്കുക. വിവിധ ഗ്രൂപ്പുകളിൽ ജൂലൈ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു ദിനം കണ്ടെത്തി അത് വിദ്യാലയത്തിൽ എങ്ങനെ നടപ്പാക്കുമെന്നതിന്റെ ഒരു പ്രവർത്തന രൂപരേഖ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ വിദ്യാലയ അനുഭവ പരിപാടിക്ക് ഉണ്ടാവുന്ന പിന്തുണാ സംവിധാനങ്ങളെ കുറിച്ചാണ് അടുത്ത ഭാഗം. അതിൽ ആദ്യത്തെ കാര്യം മെന്റർ ടീച്ചറാണ്. നമുക്ക് മെന്റർ ടീച്ചറെ കുറിച്ച് ഓൾറെഡി തന്നെ അറിവുണ്ടാവും. മെന്റർ ടീച്ചറെ കുറിച്ച് ഇവിടെ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മെന്ററിംഗ് രീതിയിലാണ് സ്കൂൾ ഇന്റേൺഷിപ്പ് നടക്കുക. നമുക്കൊരു മെന്റർ അവര് നമ്മളെ സഹായിക്കുന്നു എന്ന രീതിയിലാണ് എന്ത് ചെയ്യുക, ഇന്റേൺഷിപ്പ് നടക്കുക. ഒരു വ്യക്തിയുടെ കഴിവുകളും സാധ്യതകളും ദൗർബല്യങ്ങളും തിരിച്ചറിഞ്ഞ് അയാളെ രക്ഷകർത്ത ഭാവത്തോടെ സഹായിച്ചും മെച്ചപ്പെടുത്തിയും വളർത്തിയെടുക്കുന്നതാണ് ഈ ഒരു മെന്ററിംഗ് പ്രക്രിയ എന്ന് പറയുന്നത്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ സഹായം, അതേപോലെ പിന്തുണ, ഉപദേശം, മേൽനോട്ടം എന്നിവയിലൂടെ അധ്യാപക വിദ്യാർത്ഥികള് പ്രായോഗികത ആർജിക്കലാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ നമ്മുടെ കൂടെയുള്ള നല്ല പരിചയസമ്പന്നരായിട്ടുള്ള അധ്യാപകരുടെ സഹായവും പിന്തുണയും ഉപദേശവും മേൽനോട്ടവും ഒക്കെ കൊണ്ട് തന്നെ ഒരു അധ്യാപക വിദ്യാർത്ഥി കൂടുതൽ പ്രായോഗികത ആർജിക്കലാണ് ഈ ഒരു വിദ്യാലയ അനുഭവ പരിപാടിയിൽ നടക്കുക. അധ്യാപക സഹായി, പാഠപുസ്തകം, സ്കീം ഓഫ് വർക്ക് എന്നിവ പരിശോധിച്ച് ഓരോ മാസത്തേക്കുള്ള യൂണിറ്റുകളും അവയുടെ സമഗ്ര ആസൂത്രണവും നമ്മൾ പരിശോധിക്കണം. നേരത്തെ നൽകിയ മാതൃക പോലെ ടീച്ചിങ് മാനുവൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം, രൂപപ്പെടുത്തണം എന്നുള്ളത് കൂടെ അവിടെ ഓർത്തിരിക്കുക. ഇനി വിദ്യാലയ അനുഭവ പരിപാടിയുടെ വിലയിരുത്തലാണ് ഈ യൂണിറ്റിലെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ്. വലിയൊരു യൂണിറ്റ് ആണ്. വിദ്യാലയ അനുഭവ പരിപാടിയുടെ ഭാഗമായി അധ്യാപക വിദ്യാർത്ഥികളുടെ മനോഭാവങ്ങൾ, ധാരണകൾ, അധ്യാപന നൈപുണികൾ എന്നിവ വിലയിരുത്തും. അപ്പൊ നമ്മുടെ ഒരു സ്കൂൾ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് നമ്മുടെ മനോഭാവം, നമ്മുടെ ധാരണകള്, നമ്മുടെ അധ്യാപന നൈപുണികൾ എന്നിവ എന്തായാലും വിലയിരുത്തപ്പെടും. മെന്റർ ടീച്ചർ, പ്രധാന അധ്യാപകൻ, ടീച്ചർ എഡ്യൂക്കേറ്റർ എന്നിവരുടെ ടീമാണ് ഇത് നിർവഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ മെന്റർ ടീച്ചർ, അതേപോലെ പ്രധാന അധ്യാപകൻ, പിന്നെ ടീച്ചർ എഡ്യൂക്കേറ്റർ എന്നിവരുടെ ഒരു ടീമാണ് ഈ ഒരു വിലയിരുത്തൽ പ്രധാനമായിട്ടും നിർവഹിക്കുക. സ്കൂളിൽ നടത്തുന്ന ക്ലാസ് നിരീക്ഷണങ്ങള്, മെന്ററുമായി ചേർന്നിട്ടുള്ള പ്രവർത്തനങ്ങള്, ക്ലാസ് ആസൂത്രണത്തിന്റെ നിർവഹണം, കുട്ടികളുമായിട്ടുള്ള ഇടപെടല്, സ്കൂൾ പ്രവർത്തനത്തിലെ ഇടപെടൽ എന്നിങ്ങനെ എല്ലാ മേഖലകളും പരിഗണിച്ചായിരിക്കും വിലയിരുത്തുക. അപ്പോൾ സ്കൂളിൽ നടത്തുന്ന ക്ലാസ് നിരീക്ഷണങ്ങള്, മെന്ററുമായി ചേർന്നിട്ടുള്ള ആ ഓരോ അധ്യാപക വിദ്യാർത്ഥിയുടെയും പ്രവർത്തനങ്ങള്, ക്ലാസ് ആസൂത്രണത്തിന്റെ നിർവഹണം, കുട്ടികളുമായി അവരെങ്ങനെ ഇടപെടുന്നു, സ്കൂൾ പ്രവർത്തനങ്ങളിലെ ഇടപെടൽ എന്നിങ്ങനെ എല്ലാ മേഖലകളും പരിഗണിച്ചിട്ടായിരിക്കും ഈ ഒരു വിലയിരുത്തൽ നടക്കുക. ഓരോ ആഴ്ചയിലും ITEകളിൽ സെമിനാർ രൂപത്തിൽ ഓരോ സ്ഥാപനത്തിലെയും വിദ്യാലയ അനുഭവ പ്രവർത്തനങ്ങളുടെ അവലോകനം കൂടി നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു യൂണിറ്റിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടായ തിരിച്ചറിവുകൾ ഒന്ന് വായിച്ചു നോക്കുക. ഇനി ഈ യൂണിറ്റിൽ നിന്നും വന്ന ധാരണകളും അതേപോലെ തന്നെ തിരിച്ചറിവുകളും അത് സ്വയം വിലയിരുത്തൽ സൂചിക എന്നുള്ള രീതിയിൽ അതും കൂടെ ഒന്ന് നോക്കുക.
ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിലുള്ളത്. വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട് എന്നറിയാം. അപ്പൊ ഇതൊക്കെ എടുക്കുന്നതിന് നല്ല രീതിയിലുള്ള എഫേർട്ട് ഉണ്ട്. ആ ഒരു എഫേർട്ട് നിങ്ങൾ മാനിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.